ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ച ദിവസം നമ്മൾ പൊതുവെ സൈക്കോളജിക്കൽ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇന്ന് തീർച്ചയായിട്ടും സൈക്കോളജിയുടെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഡോക്ടർ ഉലഹന്നാൻ സാറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിഷയം മറ്റൊന്നുമല്ല, ബൈപ്പോളാർ ഡിസോർഡർ. നമുക്കറിയാം, നമ്മുടെ മാനസികാവസ്ഥ ചില ഘട്ടങ്ങളിലൊക്കെ നിരാശയുടെ തരത്തിലും ഒരുപക്ഷെ ചിലപ്പോൾ അതിസന്തോഷത്തിന്റെ തരത്തിലും ഒക്കെ ഇങ്ങനെ മറിഞ്ഞു പോകാം. ഇത് സത്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ ചില വ്യക്തികളിൽ ഇത് ക്രമം തെറ്റിയോ കൂടിയോ ഒക്കെ സംഭവിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങൾ അതിന് നമ്മൾ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയും. അപ്പൊ ഈ ഡിസോർഡറിനെ കുറിച്ച് ഉലഹന്നാൻ സാർ എന്ന് സ്വല്പം കൂടെ കൂടുതൽ അറിവ് നമുക്ക് നേടാം. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഉലഹന്നാൻ സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഉലഹന്നാൻ സാർ പാലക്കാട് സ്വദേശിയാണ്, സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. സംസ്ഥാനത്തെയും അതുപോലെ റെയിൽവേ പോലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് ലൈൻ ആണ് സാറിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുദ്രാ തെറാപ്പി, വ്യത്യസ്തമായ ഹോളിസ്റ്റിക് എന്ന് പറയുന്ന തരത്തിൽ നിന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒത്തിരിയും അറിവുകൾ ഉലഹന്നാൻ സാറിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഒരിക്കൽ കൂടി ഉലഹന്നാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഉലഹന്നാൻ സാർ, യു ആർ വെൽക്കം. ഒത്തിരി നന്ദി സർ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തുടർച്ചയായി ഘനഗംഭീരമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ലഘുവായിട്ട് പലരാലും നയിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഇന്ന് ഒരു പക്ഷേ അഭാഗ്യം സാർ എനിക്കാണ് തന്നത്. മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും അവനെ ഓരോ ദിശയിലേക്ക് ഓരോ നിമിഷവും കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഒരു ചെറിയ നോട്ടം പോലും മറ്റൊരാളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നു. ഒരു പ്രവൃത്തി വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ ഭാവങ്ങൾ. ഇത്തരം പ്രവൃത്തികളും ചിന്തകളും വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും വിഷമമായി വരുന്ന ഒരവസ്ഥയുണ്ട്. അത് തുടർച്ചയായിട്ട് പോകുമ്പോൾ, ആ വ്യക്തി അറിയാതെ മുന്നോട്ട് പോകുമ്പോൾ അത് രോഗാവസ്ഥയായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെയുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ചെറിയ വിഷയമാണ്. പക്ഷെ എങ്കിലും നാം ഒക്കെ സാമൂഹ്യമായി, വ്യക്തിപരമായും കുടുംബപരമായും ഒരല്പം കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാനായിട്ട് കഴിയും. ഇതിന്റെ തലക്കെട്ട് ഉന്മാദ വിഷാദ രോഗം, ബൈപോളാർ ഡിസോർഡർ. അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയും കൂടി എന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ അതില് ഉന്മാദമുണ്ട്, വിഷാദവും. എക്സ്ട്രീമിറ്റിയാണ് രണ്ടിലും അനുഭവപ്പെടുന്നത്. എക്സ്ട്രീമിറ്റി വരുമ്പോഴാണ് പ്രയാസങ്ങളിലേക്ക് വരുന്നത്. നമുക്ക് ദേഷ്യപ്പെടാം, അത് എക്സ്ട്രീമായിട്ട് തുടർച്ചയായിട്ട് മുന്നോട്ട് പോയാൽ അപകടകരം. അപ്പൊ നമ്മുടെ ഭാവങ്ങൾ, സങ്കടം, സന്തോഷം, ദേഷ്യം, ഇതൊക്കെ നമ്മുടെ കൂടപ്പിറപ്പായിട്ട് വരുന്നതാണ്. പക്ഷെ നിയന്ത്രണമില്ലാതെ നമ്മുടെ പിടിവിട്ട് പോകുമ്പോഴാണ് ഇത് സാമൂഹ്യ പ്രശ്നമായി മാറുന്നത്. അങ്ങനെ സാമൂഹ്യ പ്രശ്നമായി മാറുന്ന അവസ്ഥ രോഗാവസ്ഥയാണ്. അതിനെ നമുക്ക് ബൈപോളാർ ഡിസോർഡർ എന്ന് വിളിക്കാം. സോ ഞാൻ നിങ്ങളുടെ ഒക്കെ അനുഭവത്തോടു കൂടി തുടങ്ങുകയാണ്. സാർ എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ. ഏതെങ്കിലും ഒരു വ്യക്തിക്കും മൂഡ് ഡിസോർഡർ ഉണ്ടാവാത്ത അവസ്ഥയില്ല. മൂഡ് ചേഞ്ചസ് വരാത്ത അവസ്ഥ ഒരാൾക്കുമില്ല. എനിക്കും നിങ്ങൾക്കും ഒക്കെ മൂഡ് വ്യത്യാസം സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ കുടുംബത്തോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, നമ്മൾ പറയും, ഓ ഇന്ന് അവിടെ മൂഡ് അത്ര ശരിയല്ല. നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറഞ്ഞതിനായിരിക്കില്ല ചില ഉത്തരം പറയുക,
അവർ മനസ്സിൽ അല്ലെങ്കിൽ പുറത്ത് പറയും, ഇന്ന് ഇദ്ദേഹത്തിന്റെ മൂഡൊന്നും അത്ര ശരിയല്ല. ഈ മൂഡ് മാറ്റപ്പെടുന്ന ഒരവസ്ഥ. അപ്പോ ഇന്ന് അയാൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കാം, 2 ദിവസം കഴിയുമ്പോൾ അയാൾ വളരെ ദുഃഖിതനായിട്ട് കാണപ്പെടുന്നത് കാണാം, നിരാശയോടെ മുന്നോട്ട് പോകുന്നത് കാണാം. മൂഡിനുള്ള വ്യത്യാസത്തിനുള്ള ഉദാഹരണമാണത്. അതെന്തുകൊണ്ട് അങ്ങനെ ഈ വ്യത്യാസം സംഭവിക്കുന്നു? നമ്മുടെ ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും അതനുസരിച്ച് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മുടെ മാനസിക നിലയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ജീവിതാനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 കൊല്ലം മുമ്പ് ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നില്ല പെരുമാറിയത്. ഈ 5 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളുമാണ് അയാളെ മാറ്റിയെടുത്തത് എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഈ മാറ്റങ്ങള്, മാനസിക വ്യതിയാനങ്ങളും ജീവിതത്തിലെ വ്യക്തിബന്ധങ്ങളെയും തൊഴിൽ മേഖലയെയും ബാധിക്കുന്നവയാണ്. ഇത്തരത്തിൽ വ്യക്തി ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും സാരമായി ബാധിക്കുന്നു എങ്കിൽ ആ രീതിയിൽ വൈകാരികമായി നാം പെരുമാറുന്നു എങ്കിൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആ മാറ്റത്തെയാണ് നമ്മൾ രോഗാവസ്ഥ എന്ന് വിളിക്കുന്നത്. ആ മാറ്റം നമുക്ക് രോഗാവസ്ഥയായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. ഒരു വ്യക്തിയുടെ വികാരത്തെയും സ്വഭാവത്തെയും അത്തരത്തിൽ തുടർച്ചയായ മാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ വിഷാദത്തിലേക്കും ചിലപ്പോൾ ഉന്മാദത്തിലേക്കും കൊണ്ടുപോകും. അങ്ങനെ ഒരു പെൻഡുലം പോലെ ഉന്മാദത്തിലേക്കും പോകുന്നതാണ്, ദുഃഖത്തിലേക്കും ഡിപ്രഷനിലേക്കും പോകുന്നതാണ്. ഈ രീതിയിലുള്ള ഒരു സംഭവമാണ്, ഈ രീതിയാണ്, നമ്മുടെ സ്വഭാവ രീതിയാണ് ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ആ അവസ്ഥയ്ക്കാണ്, ഈ മാനസിക അവസ്ഥയ്ക്കാണ് ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. 2 സ്വഭാവങ്ങൾ ഒരാൾ തന്നെ വ്യത്യസ്തമായി പ്രകടിപ്പിക്കുന്ന അവസ്ഥ, അതാണ് ബൈപ്പോളാർ ഡിസോർഡർ. ഉന്മാദാവസ്ഥയും വിഷാദാവസ്ഥയും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അപ്പോ ഈ അസുഖത്തിന് 2 അവസ്ഥകളുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് വിഷാദാവസ്ഥയും ഉന്മാദാവസ്ഥ. രണ്ടും എക്സ്ട്രീമാണ്. എക്സ്ട്രീമിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതചക്രത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഈ എക്സ്ട്രീം പെരുമാറ്റങ്ങളും വികാരങ്ങളും 2 ധ്രുവങ്ങൾ പോലെ നിൽക്കുകയാണ്. 2 ധ്രുവങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വിഷമമാണ്. 2 ധ്രുവങ്ങൾ പോലെ ഈ 2 വികാരങ്ങളും ആ വ്യക്തിയിൽ നിൽക്കുകയാണ്. വിഷാദഭാവത്തിലാണെങ്കിൽ ആ വ്യക്തി വല്ലാത്തൊരു നിരാശ അവസ്ഥയിലേക്കും, എന്റെ ശക്തി ചോർന്നു പോയി എന്ന് സ്വയം ചിന്തിക്കുന്നൊരവസ്ഥ, ഉത്സാഹമില്ലാത്ത അവസ്ഥ, ഒരു ജോലി ചെയ്യാൻ അയാൾ മടിക്കുന്ന അവസ്ഥ, എന്നെ കൊണ്ട് വയ്യ, ഞാൻ കേപ്പബിൾ അല്ല, ഇതൊക്കെ അയാളുടെ മനസ്സിലേക്ക് കയറി വരും. തിരിച്ച് ഉന്മാദാവസ്ഥയാണെങ്കിലോ അയാൾ വളരെ വലിയ ഉത്സാഹിയായിരിക്കും. പ്രവർത്തനം ചെയ്യുന്നതിലും സന്തോഷിക്കുന്നതിലും കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ മുന്നിൽ അദ്ദേഹം. അത് എക്സ്ട്രീം. അദ്ദേഹം അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഉന്മാദാവസ്ഥയിലാണ് ആ സമയം അദ്ദേഹം നിൽക്കുന്നത്. അയാളുടെ ഊർജ്ജസ്വലത കണ്ട് കഴിഞ്ഞ ആഴ്ച അയാൾ അങ്ങനെ നിരാശനായിരുന്ന വ്യക്തി ഇന്ന് ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്നു, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്നു. അത് കണ്ട് നമ്മൾ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യൻ എന്തു പറ്റി? തിരിച്ചു. നേരത്തെ പറഞ്ഞു, ഇതൊരു പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നുണ്ട്. ആ ചാഞ്ചാട്ടമാണ്, അത്തരം ചാഞ്ചാട്ടമുള്ള സ്വഭാവമാണ് ബൈപ്പോളാർ ഡിസോർഡർ. അങ്ങനെയുള്ള വ്യക്തിയാണ് ബൈപ്പോളാർ ഡിസോർഡർ അനുഭവിക്കുന്ന വ്യക്തി എന്ന് നമ്മൾ പറയുക. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാവണമെങ്കിൽ കുറച്ച് കാരണങ്ങളുണ്ടാകും. ഞാൻ ആ കാരണങ്ങളിലേക്കാണ്. ഒരു വ്യക്തിയുടെ വൈകാരിക മാനസിക നിലപാടുകളിലെ സ്വഭാവ പ്രവർത്തനങ്ങളിലെ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവുന്നതിനും
ചില കാരണങ്ങൾ. അങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ ബൈപ്പോളാർ ഡിസോർഡർ അനുഭവിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുക. അദ്ദേഹത്തിന് അത് മനസ്സിലാവില്ല. ഏതാണോ ഭാവം വരുന്നത് അത് അയാൾ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ഈ മാനസിക രോഗങ്ങളുടെ ഒരു ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്. ഒരു സെക്കൻഡ്. കുഞ്ഞുമക്കൾ അടിച്ചു പൊളിക്കുന്ന സമയമാണ്. ഞാൻ വാതിലടയ്ക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ. തലച്ചോറിലാണ് ഇത് ഉണ്ടാകുന്ന സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ തലച്ചോറിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂറോളജിക്കൽ ഡിസോർഡർ, ഈ ബൈപ്പോളാർ ഡിസോർഡറും ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ബൈപ്പോളാർ ഡിസോർഡറും ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അത് ജീവശാസ്ത്രപരമായ കാരണങ്ങളാൽ വിഷാദ രോഗം വ്യക്തികളിൽ ഉണ്ടാവും. ജീവശാസ്ത്രപരമായ കാരണങ്ങളാൽ ഉണ്ടാവും. ചിലരിൽ ഉന്മാദ രോഗവും. അപ്പൊ ഇത് രണ്ടും ജീവശാസ്ത്രപരമായി ഉണ്ടാവുന്ന രണ്ട് ഭാവങ്ങളാണ്. തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ചില വ്യതിയാനങ്ങൾ ഇതിന് കാരണം. തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് അനുഭവിക്കുന്നത് വ്യക്തിയാണ്. തലച്ചോറിലെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് താളപ്പിഴകൾ വന്നവർക്ക് ഈ രോഗത്തിന്റെ അടിമകളായി. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ താളപ്പിഴകൾ സംഭവിച്ചിട്ടുള്ളവർ ഈ രോഗത്തിന്റെ അടിമകളായി മാറുന്നു. താളപ്പിഴകളെ സാറേ, താളപ്പിഴകൾ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ചുറ്റുപാടുകളും നമുക്കുള്ള അനുഭവങ്ങളും. നമുക്കൊരു വിഷമം വന്ന ഉടനെ നമ്മൾ കൈവച്ചതല്ലേ? ചുറ്റുപാടുകളാണ്. നമ്മുടെ ചുറ്റുപാടുകളും അതുപോലെ നമ്മുടെ അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഇതിന് കാരണമാകുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നു. അടുത്ത കാരണം എന്ന് പറയുന്നത്, ചെറുപ്രായത്തിൽ നമ്മുടെ തലച്ചോറിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഈ ഡിസോർഡറാക്കി മാറ്റിയെടുക്കുന്നു. ബാഹ്യമായ ഏൽക്കുന്ന പരിക്കുകൾ, നമ്മുടെ തലച്ചോറിന് ബാഹ്യമായി സംഭവിച്ച പരിക്കുകൾ ഈ രോഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ഹോർമോൺസ് ആണ്. നമ്മുടെ ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ, ചേഞ്ചുകൾ ഈ രോഗത്തിലേക്ക് കൊണ്ടുവരും. ഉദാഹരണത്തിന് തൈറോയിഡ് ഹോർമോണിന്റെ വ്യതിയാനം ഇത്തരം ഒരു രോഗാവസ്ഥയിലേക്ക് കാരണമാക്കും. തൈറോയിഡിന്റെ ഈ വ്യതിയാനം, വ്യത്യസ്തമായ അളവുകൾ, അത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മാറ്റുകയും ഈ വ്യത്യാസം നമ്മളിലേക്ക് നേരിട്ട് എത്തിക്കുകയും ചെയ്യും. അത് രോഗത്തിന്റെ മറ്റൊരു കാരണമായി മാറുന്നുണ്ട്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബൈപ്പോളാർ ഡിസോർഡർ ഒരു പാരമ്പര്യ സ്വഭാവമുള്ളതാണ്. എല്ലാവരിലുമല്ല, പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ബൈപ്പോളാർ ഡിസോർഡർ പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട കാരണം. ആ കുടുംബത്തിലെ ജീനുകൾ കൈമാറി വരുന്ന ഒരവസ്ഥയിൽ മുത്തശ്ശനുണ്ടായിരുന്ന ഈ അവസ്ഥ ചെറുമക്കൾക്ക് മറ്റ് മക്കൾക്ക് കയറി വരും. അപ്പൊ അത് പാരമ്പര്യ സ്വഭാവമുള്ള ഒരു രോഗാവസ്ഥയാണ്. കാരണം പാരമ്പര്യമാണ്, ജീനുകൾ കൈമാറി കിട്ടിയ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇവന്റെ മുത്തച്ഛന്റെ അതേ അനുഭവം, അതേ സ്വഭാവം, മുത്തശ്ശന്റെ അതേ സ്വഭാവമാണ്, മുത്തശ്ശിയുടെ അതേ സ്വഭാവം.
കൈമാറി വന്ന വികാരങ്ങളാണ്, സ്വഭാവ രൂപങ്ങളാണ്. അപ്പോ മാതാപിതാക്കളിൽ നിന്ന് കൈകിട്ടിയ ജീനുകൾ അതിനനുസരിച്ച് നമ്മളിലും പ്രവർത്തിക്കാറുണ്ട്. എല്ലാവരിലുമല്ല, ചിലർ. അതുകൊണ്ടാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് സംഭവിക്കാം എന്ന് പറയാനുള്ള കാര്യം. അപ്പോ ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്ട്രെസ് ഒരു അവിഭാജ്യ ഘടകമാണ്. സ്ട്രെസ് ഇല്ലാതെ ഒരു ദിവസം പോലും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല. പല റീസൺസ് ഉണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. സ്ട്രെസ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, മാറ്റിവിടുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ സ്ട്രെസ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്സ് നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നാം അനുഭവിക്കുന്ന സ്ട്രെസ് കൂടിയ ജീവിതാനുഭവങ്ങൾ ഇതിലേക്ക് നമ്മളെ തള്ളിവിടുന്നുണ്ട് അറിയാതെ തന്നെ. അപ്പോൾ ആ സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ് ബൈപോളാർ രോഗാവസ്ഥയിലേക്ക് നമ്മൾ വിടുന്നുണ്ട്. നാം അതിനടിമയായി മാറുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെ നമുക്ക് ഒരു വ്യക്തി ഈ ബൈപോളാർ അസുഖത്തിന്റെ പിടിയിലാണ്, അയാൾ ഇങ്ങനെ പെരുമാറുന്നത് ഈ രോഗത്തിന്റെ പിടിയിലായതുകൊണ്ട് എന്ന് നമുക്ക് ഏതൊക്കെ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം, അതിനെക്കുറിച്ചാണ് അടുത്ത് ഞാൻ സംസാരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞു, 2 തരം കാരണങ്ങൾ. ഒന്ന് ഉന്മാദാവസ്ഥയും മറ്റൊന്ന് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം. ഇത് രണ്ടും ഒന്നിനു പുറകെ ഒന്ന് പെൻഡുലം പോലെ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ രോഗമുണ്ടോ എന്ന്, ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പെൻഡുലം പോലെ കാണിക്കുന്നു, അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. ഒരുപക്ഷെ ഉന്മാദം ഒരാഴ്ച നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിഷാദാവസ്ഥ 1 മാസത്തേക്ക് കയറി, വീണ്ടും തിരിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്ന ആ സ്വഭാവഗതി കാണിക്കുന്നു എങ്കിൽ അവിടെ ഈ ബൈപോളാർ ഡിസോർഡർ ആണ്, അതിന്റെ ലക്ഷണമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ ലക്ഷണം ഉന്മാദം, അതിന്റെ പീരിയഡ്. രണ്ടാമത്തത് ഡിപ്രഷൻ. അത് രണ്ടും കാണിക്കുന്നുണ്ട്. നമുക്കറിയാൻ അത് ഒരു പ്രധാനപ്പെട്ട ചൂണ്ടുപലക. അത് നമുക്കറിയാനുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് നമ്മൾ അത് എടുക്കുക. ഈ അവസ്ഥകൾ തമ്മിലുള്ള കാലാന്തരം, ഉന്മാദം ഒരാഴ്ച പിടിച്ചു നിൽക്കുന്നെങ്കിൽ അടുത്തത് 1 മാസമൊക്കെ പിടിച്ചു നിൽക്കും. നമ്മൾ പതുക്കെ വിഷമത്തിലേക്ക് വരുന്നു, അത് നീണ്ട് ഡിപ്രഷനിൽ ചെന്ന് അവസാനിക്കുന്നു. അവിടെ നിന്നും നീണ്ടുപോയാൽ ഒരു ആത്മഹത്യയിലേക്ക് ചെന്ന് തീരാനുള്ള അവസരവും അതിനകത്ത്. അപ്പൊ അത്തരം തോട്ടുകൾ പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഈ അവസ്ഥയിൽ എത്തുമ്പോൾ എനിക്ക് ജീവിതം മടുത്തു എന്ന് കടലാസിൽ എഴുതി അത് നോക്കിയിരുന്ന് ചിരിച്ച് അവസാനം കീറിക്കളഞ്ഞ് അതിൽ റിലീവ് ചെയ്തു. ചിലര് പിന്നെ കാണിക്കുകയല്ല, അതെങ്കിൽ ചെയ്ത് തീർക്കുകയാണ്. ചെയ്യാതെ രക്ഷപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതൽ. അപ്പോ ഈ ഉന്മാദം അല്ലെങ്കിൽ മാനിയ അധികം ഊർജ്ജസ്വലത കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവർ വർക്ക് ഹോളിക്കായിട്ട് ജോലി ചെയ്യുന്നത് കാണാം. എത്ര ജോലി ചെയ്താലും അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നേയില്ല. രാത്രിയിൽ അത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലക്ഷണങ്ങളില് രാത്രിയിൽ ഇവർക്ക് ഉന്മാദാവസ്ഥയിലുള്ള ആളുകൾ കഠിനാധ്വാനികളായി ജോലി ചെയ്യുന്നു, വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു. രാത്രിയിൽ ഉറങ്ങേണ്ട സമയമാണ്, പക്ഷെ അവർക്ക് ഉറങ്ങുന്നത് വളരെ കുറച്ചു മാത്രമേ. നമുക്കറിയാം, നമ്മളൊക്കെ സാധാരണ ഇത്തിരി ശക്തമായി ജോലി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നേരത്തെ ഒന്ന് കിടന്നുറങ്ങണം. കാരണം നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം അത്രയാണ്. അത് മാറ്റിയെടുക്കാൻ ഉറക്കം മാത്രമേ നമ്മളെ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ കാണുന്നു, നേരത്തെ
ഇവിടെ നേരെ തിരിച്ചാണ്. അധ്വാനമൊക്കെ കഴിയുന്നു, ആഹാരം കഴിക്കുന്നു, പക്ഷെ ഉറക്കം എന്നുള്ളത് അവരെ അനുഗ്രഹിക്കാറില്ല. വീണ്ടും മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് വേഗത്തിൽ സംസാരിച്ചു തീർക്കും. ഒരു കാര്യം വളരെ സ്പീഡിലാണ്. കേൾവിക്കാരന് മനസ്സിലായോ എന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ആവശ്യകത എന്തോ എന്നോ, അതൊന്നും അയാളുടെ വിഷയമല്ല. അയാൾക്ക് എന്താണോ പറയണം തോന്നിയത് അത് അയാൾ സ്പീഡിൽ പറഞ്ഞു തീർക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകതയിലുള്ളത്, ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. അങ്ങനെ പരിചയമില്ലാത്ത ആളോട് അയാൾ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കും. എന്ത് വിഷയം എന്നുള്ളത് അവിടെ പ്രശ്നമല്ല, അദ്ദേഹം ഇടിച്ചു കയറി സംസാരിക്കും. അതിനും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് സാധാരണ പരിചയമില്ലാത്ത ഒരാളോട് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചോദിച്ച് അവിടുന്ന് നമ്മൾ രക്ഷപ്പെടും. ഇവിടെ അങ്ങനെയല്ല. വെറുതെ നിൽക്കുന്ന ആളെ ഇടിച്ചു കയറി അങ്ങോട്ട് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് തുടർച്ചയായി സ്പീഡിൽ സംസാരിക്കുന്ന രീതി അദ്ദേഹത്തിനുണ്ട്, അത് അവർക്കുണ്ടാവും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, സന്തോഷം പ്രകടിപ്പിക്കുന്നത് പിശുക്കിയിട്ടല്ല, അതിശക്തമായ സന്തോഷ പ്രകടനം അവരിവിടെ കാഴ്ചവെക്കാറുണ്ട്. ദേഷ്യം വന്നാലും അതാണ് സ്ഥിതി. നിർത്താതെ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥ ഇത്തരക്കാരിലുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ അസ്വസ്ഥരാകുകയാണ്. ഇതെല്ലാം കഴിയുന്നു, ശാന്തമാകുന്നതിന് പകരം അവരാൽ തന്നെ അസ്വസ്ഥമായി മുന്നോട്ട് പോകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ്. നമ്മൾ ഒരാളെ ചീത്ത വിളിച്ചു, അത് നമ്മൾ റിസോൾവ് ചെയ്തു, ഒന്നുകിൽ നമുക്ക് വേണ്ടിയിരുന്നില്ല, വേണ്ട, നാളെ ഞാൻ അയാളോട് സോറി പറയാം, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. ഇവിടെ അസ്വസ്ഥമാവുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു തീരുമാനം അയാളുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇവരിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട എടുത്ത് പ്രവൃത്തി ചെയ്യുന്നതിന് അവിടെ ക്ഷമയില്ല. ഏത് കാര്യം വന്നാലും എടുത്തു ചാടി ഞാൻ ചെയ്യും, ഞാനാണ് അതിന് ഉത്തരവ്. ഈ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന കുറയാണ്. അപ്പോൾ ഇവിടെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നു, വരുംവരായികളെ കുറിച്ച് ചിന്തിക്കാറില്ല. അത് മാത്രമല്ല, ഇങ്ങനെ കയറി പ്രവർത്തിച്ചിട്ട് അവസാനിപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അതിന്റെ ഫലം എവിടെയാണെന്നോ ഒന്നും തന്നെ ചിന്തയിലേക്ക് വരുന്നേ. പ്രവർത്തിക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുകയാണ്. ഇക്കൂട്ടർക്കുള്ള മറ്റൊരു പ്രധാന പ്രശ്നം അമിതമായ ആത്മവിശ്വാസമാണ്. നമുക്ക് എല്ലാവർക്കും ആത്മവിശ്വാസം വേണം. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. പക്ഷെ ഇവർക്ക് അമിതമാണ്. ഈ ചില കുട്ടികൾ പരീക്ഷയ്ക്ക് അച്ഛനും അമ്മച്ചിടാ പഠിച്ചോടോ, പിന്നെ ഞാൻ എല്ലാം അടിച്ചു പൊളിച്ചു, ഞാനൊരു 5 മിനിറ്റ് കളിക്കാൻ പോകും, അത് കഴിഞ്ഞ ഉടനെ ഞാൻ പരീക്ഷയ്ക്ക് പോയിക്കോളാം. ആത്മവിശ്വാസം കുട്ടിക്ക് കൂടുതലാണ്. കുട്ടി വായിച്ചിട്ടുണ്ട്, അതാണ് അയാളുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ പോയി പരീക്ഷ എഴുതി തിരിച്ചു കുറഞ്ഞ മാർക്കുമായി വരുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നതും അത് തന്നെ. ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. ആത്മവിശ്വാസം വളരെ കൂടുതലാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അധികമായ ആത്മവിശ്വാസം പലപ്പോഴും അപകടത്തിലേക്ക് കൊണ്ടെത്തും. ഇനി നിങ്ങളൊക്കെ കാണുന്ന ചില ലക്ഷണങ്ങളാണ്. എനിക്ക് അധികമായ സമ്പത്തുണ്ട്, എനിക്ക് വേണ്ടതിലധികം സമ്പത്തുണ്ട് എന്ന ഒരു ഉൾച്ചിന്ത എപ്പോഴും അവരെ ഭരിച്ചുകൊണ്ടിരിക്കും. ഞാൻ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ മെച്ചപ്പെട്ട ആളാണ് എന്ന് അയാൾ സ്വയം ചിന്തിക്കുന്നു. അതിനനുസരിച്ച് അയാൾ അമിതമായി ചെലവ് ചെയ്യുന്നു. വരവ് എവിടെയെന്ന് ശ്രദ്ധിക്കാതെ ചെലവ് ചെയ്ത് കടക്കണിയിലാകുന്ന ഒരു കൂട്ടരാണ്. മറ്റുള്ളവരുടെ മുൻപിൽ എനിക്കെല്ലാം ഉണ്ടെന്ന് തെളിയിക്കുന്നതിനും സ്വത്തിന്റെ അളവ് അയാളിൽ ഉള്ളതിനേക്കാൾ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ
സാധന സാമഗ്രികൾ വാങ്ങിയെടുക്കുന്നതിൽ വളരെ മിടുക്കന്മാരാണ്, ഊർജ്ജസ്വലതയുള്ളവർ. അങ്ങനെ അമിത ആത്മവിശ്വാസമുള്ള അവർക്ക് അവർ പെട്ടെന്ന് വീഴുന്നൊരു കാര്യമുണ്ട്. അവർ ചിന്തിക്കുന്ന, അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാതെ പോയാൽ, കിട്ടാതെ പോയാൽ അവർ അക്രമാസക്തരാകും. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ ആ വ്യക്തിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനം കിട്ടണമെന്നുള്ളത്, അത് എന്തെങ്കിലും കാരണവശാൽ കിട്ടാതെ പോയാൽ മറ്റൊന്നിലേക്കും അയാൾ ശ്രദ്ധ തിരിക്കില്ല. അക്രമാസക്തമായി മാറുന്ന ഒരവസ്ഥ ഇക്കൂട്ടരിലുണ്ട്. അത് അവരുടെ മറ്റൊരു ലക്ഷണം. കഴിഞ്ഞില്ല. ധൂർത്തടിക്കുന്ന കാര്യത്തിൽ 2ാം സ്ഥാനം ഇവർക്കല്ല, 1ാം സ്ഥാനം തന്നെ ഇവർക്കാണ്. ധൂർത്തടിക്കുക, വരവനുസരിച്ച് ചെലവ് ചെയ്യുന്നതല്ല, ഉള്ളതിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ കൈ കിട്ടിയത് മുഴുവൻ അന്ന് തന്നെ അടിച്ചു പൊടിച്ച് തീർക്കുന്ന ഒരവസ്ഥ, ഉന്മാദാവസ്ഥയിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോ അവിടെ ഇത്തരം ലക്ഷണങ്ങൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ അമിതവിശ്വാസവും ഉള്ളതിനേക്കാൾ ഇരട്ടി കാണിക്കുന്ന ചിന്തകളും, ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ അക്രമാസക്തമാകുന്ന ചിന്തകളും, ഇതൊക്കെ തുടർച്ചയായി ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുമ്പോൾ ഇവിടെ ഉന്മാദാവസ്ഥയിലാണ് അദ്ദേഹം. ഈ ബൈപ്പോളർ ഡിസോർഡറിന്റെ ലക്ഷണമായും നമ്മൾ അതിനെ കാണും. ഒരാഴ്ച അതങ്ങനെ തുടർച്ചയായിട്ട് പോകും, അല്ലെങ്കിൽ 10 ദിവസം മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കാണുമ്പോൾ നാം മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കണം, ഇദ്ദേഹം ഈ ബൈപ്പോളർ ഡിസോർഡറിന്റെ ഒരു ലക്ഷണമാണ് ഈ കാണിക്കുന്നത് എന്ന്. അപ്പോൾ ഉന്മാദത്തിന്റെ ലക്ഷണങ്ങളും അതിന്റെ പ്രവൃത്തികളും ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വിഷാദാത്മകമായ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റൈലിലേക്ക് പോകുന്ന ഒരാളുടെ അവസ്ഥ. വിഷാദാത്മകമായി മുന്നോട്ട് പോകുന്ന സ്വഭാവം കാണിക്കുന്ന സമയത്ത് അയാളുടെ ചിന്തകൾ, ഒരു ദുഃഖമാണ് തുടങ്ങുന്നതെങ്കിൽ അത് ആ ദിവസം മുഴുവൻ അങ്ങോട്ട് പോകും, അവസാനിപ്പിക്കില്ല, അടുത്ത ദിവസത്തേക്ക് ബാക്കി വയ്ക്കും. അയാൾക്ക് ഉന്മേഷം ഉണ്ടാവില്ല. അയാളുടെ ചിന്ത, എൻ്റെ എനർജി മുഴുവൻ വിഡ്രോ ചെയ്തു പോയി, എന്നിൽ നിന്ന് അകന്നു പോയി, എനിക്ക് ഉന്മേഷം കാണുന്നില്ല, സ്വന്തമായ ഊർജം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് വീണ്ടും വീണ്ടും അയാളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു തരം സെൽഫ് ടോക്ക് അയാളുടെ കൂടെ വരും, നെഗറ്റീവ് സെൽഫ് ടോക്ക് അയാളുടെ കൂടെ കയറി വരും. അയാൾ അനുഭവിക്കുന്നതോ കഠിനമായ നിരാശയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിരാശയാണ് ആ വ്യക്തി അനുഭവിക്കുന്നത്. നിഷേധാത്മക ചിന്തകൾ മാത്രമേ അയാളുടെ തലച്ചോറിലേക്ക് വരൂ. അയാളുടെ ചിന്ത മുഴുവൻ നിഷേധാത്മകവും, എന്ത് കണ്ടാലും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് ആ വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും ആ സമയത്ത് ഭാവിയെപ്പറ്റി ആശങ്കകളേ ഉള്ളൂ. ഭാവിയെപ്പറ്റി അയാൾക്ക് ഒരു ചിന്തയും, ഒരു പോസിറ്റീവ് ചിന്തയുമില്ല. ഒരു തരത്തിലുള്ള ഭാവി എന്നുള്ളതിനെ ഇരുളടഞ്ഞതാണ്. എന്നെ കൊണ്ട് ഇനിയൊന്നും അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന നിരാശയിലാണ് ഓരോ ദിവസവും നിരാശയുടെ തൂക്കം കൂട്ടിക്കൂട്ടിക്കൊണ്ട് പോകുന്ന അവസ്ഥ അയാളിലുണ്ട്. ഭാവിയെക്കുറിച്ച് ഒരു മനോഭാവം അയാൾക്കില്ല, പോസിറ്റീവായി ഒരു ചിന്തയും. ഇനി ഒന്നുകൂടി ഉള്ളത്, ഏകാഗ്രത അയാളുടെ അടുത്തൂടെ പോയിട്ടേ, കോൺസെൻട്രേഷൻ, ഒരു കാര്യത്തിലും അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ. ഇനി അയാൾക്ക് ഉറക്കം അയാളുടെ അടുത്തൂടെ പോയി, ഇൻസോമാനി, അതിൻ്റെ അടിമയായി. ഈ ഉന്മാദാവസ്ഥയുള്ള ആൾക്കും വിഷാദാത്മകതയുള്ള ആൾക്കും ഉറക്കത്തിന്റെ കാര്യത്തിൽ
തുല്യമാണ് എങ്കിൽ വിഷാദാത്മകമായ ആളായിരിക്കും ഉറക്കത്തിൽ ഏറ്റവും കുറവ്. ഏകാഗ്രത ഒട്ടും കിട്ടില്ല അയാൾ. ഈ അവസ്ഥയിൽ അയാൾ കിടന്നാൽ പോലും 2 മിനിറ്റ് അത് കഴിഞ്ഞ് ഉണർന്നെഴുന്നേൽക്കുക, അയാൾ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഉറക്കത്തിന്റെ കുറവ്, ഇൻസോമാനിയ, ആ അസുഖത്തിന്റെയും പിടിയിലാണ് ആ വ്യക്തി. ഇനി ഇയാൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിൽ അയാൾ ഇടപെടുന്നു. അയാളെ ഇടപെടുത്തിയാൽ പോലും അതിലെ സന്തോഷം എന്ന ഫാക്ട് അയാൾക്ക് എടുക്കാൻ കഴിയും, അയാൾക്ക് അനുഭവിക്കാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ ഇത്തിരി വിഷമിച്ചൊക്കെ ഇരിക്കും, നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ട് വാടോ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്നും പറഞ്ഞ് നമ്മളെ തോളിൽ തട്ടി കൊണ്ടുപോയി ലേശം ദൂരം പോയി നമ്മുടെ പഴയ ഏതെങ്കിലുമൊക്കെ സുഹൃത്തിനെ കണ്ടു നമ്മൾ നല്ല സന്തോഷകരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളും അതിൽ ഒരു ഭാഗഭാഗം. പക്ഷെ ഈ വ്യക്തിയെ, ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ സന്തോഷത്തിലെ ഭാഗഭാക്കാകാൻ അയാൾ വരില്ല, അയാൾ എടുക്കില്ല. വേണേ ജോലിയൊക്കെ ചെയ്യായിരിക്കും നമ്മുടെ കൂടെ നിന്ന്, പക്ഷെ അയാൾക്ക് ആ സന്തോഷത്തിന്റെ പാർട്ട് അയാൾ ഡിലീറ്റ് ചെയ്യും, അയാൾ അതിലേക്ക് കയറി വരികയില്ല. ഒരു കാര്യത്തിലും അയാൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സന്തോഷം ആസ്വദിക്കാൻ ഒക്കുകയില്ല. യാന്ത്രികമാണ്, യാന്ത്രികതയ്ക്ക് സന്തോഷം ലഭിക്കുകയില്ല. ഈ നിരാശയുടെ അളവ് കൂടിക്കൂടി, ഡിപ്രഷന്റെ അളവ് കൂടിക്കൂടി. ഇടയ്ക്ക് അയാളെ ഡിസ്റ്റർബ് ചെയ്യാൻ മറ്റൊരാൾ എൻഗേജ് ആയില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ തന്നെ അത് ആത്മഹത്യയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടും. അതിനൊരു അവസാനത്തേക്ക്, അതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു ഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നത് ആ ആത്മഹത്യാ മുനമ്പിലേക്കാണ്. ഈ രോഗത്തിന് അടിമയായ എല്ലാവരും ആത്മഹത്യ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിന്റെ ലാസ്റ്റ് മൂമെന്റിൽ അയാൾ വന്ന് നിൽക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ദുർബല നിമിഷം അയാളെ ഫോഴ്സ് ആക്കിയാൽ ആ ഫോഴ്സിൽ അയാൾ പെട്ടു. അപ്പോ വിഷാദമൂടിന്റെ ആ അസ്വസ്ഥതയുടെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ സാധാരണയായിട്ട് 2 ആഴ്ച വരെ തുടർന്നുകൊണ്ട് പോകും. ഉന്മാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു മന്ദീഭവിച്ച് മറ്റൊരു രൂപത്തിലേക്ക് മാറി. അപ്പൊ ഇത്തരം വ്യക്തികളില് ഈ 2 ആഴ്ച തുടർച്ചയായി ഈ ഭാവങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അത് വിഷാദ രോഗാവസ്ഥയാണെന്നും ബൈപോളാർ ഡിസീസിന്റെ ഭാഗമാണ് എന്നും നമ്മൾ മനസ്സിലാക്കും. അതൊക്കെയാണ് അതിൻ്റെതായ ലക്ഷണങ്ങൾ വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോവുക. ബൈപോളാർ ഡിസോർഡർ എങ്ങനെ ഒന്ന് ഡയഗ്നൈസ് ചെയ്യും, നമുക്കതിനൊന്ന് കീറി ഒന്ന് പിച്ചി എടുക്കാൻ എങ്ങനെയാണ് പറ്റും? കുറെ കൂടെ ശാസ്ത്രീയമായി മുന്നോട്ട് പോയാൽ പല വഴികളുണ്ട്. അതിൽ ഈ രോഗാവസ്ഥയെ കണ്ടുപിടിക്കുന്നതിനുള്ള വഴികളിലേക്ക് നമ്മളൊന്ന് പോയാൽ അത് മാനസിക അസ്വസ്ഥതകൾ ഡയഗ്നോസ് ചെയ്യുന്നത് 2 പ്രധാനപ്പെട്ട രീതികളിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരവസ്ഥ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ഈ ബൈപോളാർ ഡിസീസാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ബ്ലഡ് ചെക്ക് ചെയ്ത് പഞ്ചസാരയുടെ അളവ് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് അറിയുന്നത് പോലെ തന്നെയാണ് നാം പറഞ്ഞ ലക്ഷണങ്ങൾ ആ വ്യക്തിയിൽ ഒത്തുകൂടുന്നുണ്ടെങ്കിൽ, ഒരു ലക്ഷണം മാത്രമായതുകൊണ്ട് ആ ഡിസീസാണ് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആ ലക്ഷണങ്ങൾ ഒന്നിച്ചു കൂടുന്നു എങ്കിൽ, ഒന്നിച്ചു കൂടുന്ന അയാളിൽ പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിന്നെ അതിൽ സംശയിക്കാനില്ല. അത് അതിപ്പോ 5-6 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 4 കാണിച്ചാൽ അങ്ങനെ കണ്ടല്ലേ സാറേ? ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ ഒത്തുചേരൽ പൂർണ്ണമായും ഒത്തുചേരണമെന്നില്ല. പ്രധാനപ്പെട്ട 4-5 ലക്ഷണങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ നോക്കും, നമ്മൾ കാണുന്നു, നമ്മൾ അന്വേഷിക്കുന്നു. സാറ് ചോദിച്ച ചോദ്യം കറക്റ്റാണ്.
4 എങ്കിലും ഉണ്ടെങ്കിൽ അത് നിശ്ചയിക്കാം നമുക്ക്. അപ്പൊ ആ ലക്ഷണങ്ങളുടെ ഒത്തുചേരലാണ് നമ്മളുടെ ഡയഗ്നോസിസിൽ കയറി വരേണ്ടത്. അങ്ങനെയെങ്കിൽ അത് ബൈപ്പോളർ ഡിസോർഡർ ആണെന്ന് നമുക്ക് നിശ്ചയിക്കാം. ഒരെണ്ണം മാത്രം ആണെങ്കിൽ അങ്ങനെ നമ്മൾ നിശ്ചയിക്കേണ്ട. അങ്ങനെ നിശ്ചയിക്കുന്നത് ശരിയല്ല. അത് ഡയഗ്നോസിസ് നമ്മുടെ കീഴിൽ പിടിച്ചാൽ കിട്ടും. അല്ല, അത് വിട്ടേക്കുക. അദ്ദേഹത്തിന് ആ സമയത്തുള്ള ഒരു കാര്യമായിരിക്കാം മതി. നമുക്കൊക്കെ വരാറുണ്ട്, നമുക്കൊക്കെ വിഷമങ്ങൾ വരാറുണ്ട്, നിരാശകൾ വരാറുണ്ട്. പക്ഷെ അതൊരു ചെറിയ പീരീഡിനകത്ത് നമ്മൾ തന്നെ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ സഹായിച്ചതിന് ഫലമായിട്ട് അത് സോൾവ് ആയി. പക്ഷെ ഇവിടെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും അയാൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ടിപ്പിക്കലായിട്ട് മുന്നോട്ട് പോകുന്നു, കുറവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അയാളുടെ ജീവിതത്തെ മുഴുവൻ നെഗറ്റീവായി കൊണ്ടുപോകുന്നു എങ്കിൽ നാം ഉറപ്പിച്ചോളൂ, അത് കൃത്യമായും ഈ ബൈപ്പോളർ ഡിസോർഡർ തന്നെയാണ് എന്ന്. അതിൽ സംശയിക്കേണ്ട യാതൊരു കാര്യവും അവിടെ. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള വ്യക്തിയുമായി നമ്മൾ സംസാരിക്കുകയും രോഗലക്ഷണങ്ങളും ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം കൃത്യമായി നമുക്കൊരു കണക്ക് കിട്ടും. അയാളോട് സംസാരിക്കും, അയാളുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ അറിയുന്നു. അങ്ങനെ ജീവിത സാഹചര്യങ്ങളെ അറിയുന്ന അവസ്ഥയിൽ നമുക്ക് തീർച്ചയായും ആ രോഗലക്ഷണങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും അയാളോട് സംസാരിക്കുമ്പോൾ അയാളിൽ നിന്നുള്ള മറുപടിയും ഒന്ന് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അനലൈസ് ചെയ്താൽ അത് ശരിയാണ് എന്ന് നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങളിലൂടെ ഡയഗ്നൈസ് നടക്കാൻ പറ്റും. ലക്ഷണങ്ങളുടെ ഏകീകരണം, അത് 4 എണ്ണമായാലും 3 എണ്ണമെങ്കിലും മിനിമം ഉണ്ടായാൽ നമുക്ക് തീരുമാനിക്കാം. അതിനുശേഷം അയാളുമായി ഒരു കൂടിക്കാഴ്ച നടത്തേണ്ടിയിരിക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ അയാളിലൂടെ, അയാളുടെ സംസാരത്തിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ അനലൈസ് ചെയ്യണം, ശാന്തമായിരുന്ന് അനലൈസ് ചെയ്ത് നമുക്കതിൽ നിന്ന് അയാളെ രക്ഷിക്കാനായിട്ട് കഴിയും. ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണയായിട്ട് ബൈപ്പോളാർ ഡിസോർഡർ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് 20 വയസ്സിന് മുകളിലാകുമ്പോഴും സാധാരണ. ഇത് ഗവേഷണങ്ങളുടെ ഫലമാണ് 20 വയസ്സെന്ന് പറഞ്ഞത്. 20 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് ഈ ബൈപ്പോളാർ ഡിസോർഡർ സാധാരണയായി കടന്നത്. സാധാരണ രീതിയിൽ വീണ്ടും 15 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ, വിഷാദ ലക്ഷണങ്ങളാണെങ്കിലും 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആദ്യം നമ്മൾ പറഞ്ഞ സന്തോഷാവസ്ഥയാണെങ്കിലും അത് ഡയഗ്നോസിസിൽ നമ്മൾ എടുക്കേണ്ട ഒരവസ്ഥയാണ്. ഉന്മാദാവസ്ഥ 7 ദിവസവും മറ്റത് 15 ദിവസവും നീളുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതലും കുറവും ഒക്കെ ഉണ്ടാവും. പക്ഷെ മിനിമം അത്രത്തോളം എങ്കിലും പോകുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. ഇനി ഒരു മനോരോഗ ചികിത്സകന്റെ സഹായം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് കുറെ കൂടെ കൃത്യമായിട്ട് അത് പറയാനായിട്ട്, നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ വ്യക്തിയെ റെഫർ ചെയ്യേണ്ടത് മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്കാണ്. കാലതാമസം ഇല്ലാതെ പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അത് നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും. നമ്മൾ വെച്ചിരിക്കരുത്, മൂക്കാൻ വെക്കരുത്. ശരിയാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഇങ്ങനെ ഒരാളുടെ അടുത്തേക്ക് കണക്ട് ചെയ്യുക, ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുക, സമയം ഒട്ടും തന്നെ വൈകിക്കാതെ. അടുത്ത നമ്മൾ ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് കിട്ടിയ ആളെ നമ്മൾ എങ്ങോട്ട് വിടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ചികിത്സ എങ്ങനെയൊക്കെ, ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഒന്ന് മെഡിക്കലാണ്. മരുന്നുകൾ, മെഡിസിനലാണ്. മരുന്നുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുന്നുകൾ നൽകുകയും ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ
നിർദ്ദേശം നൽകുകയും ചെയ്യുമ്പോൾ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം ഈ അസ്വസ്ഥതയ്ക്ക് മാറ്റം വരും. മരുന്നുകൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മരുന്നുകൾ എന്ന് പറയുമ്പോൾ മൂഡ് സ്റ്റെബിലൈസർ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളായിരിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. മൂഡ് സ്റ്റെബിലൈസർ ആ ഗണത്തിൽപ്പെട്ട മരുന്നുകളുണ്ട്, അതാണ് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുക. ഈ മരുന്ന് ചികിത്സയിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? തലച്ചോറിൽ വ്യതിയാനം വരുത്തുന്ന രാസതന്മാത്രകളുടെ അളവിനെ ക്രമീകരിക്കുകയും തലച്ചോറിലെ വൈകാരിക അവസ്ഥയെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരികയും അതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് മരുന്ന് ചെയ്യുന്നത്. മരുന്ന് ഈ സന്തുലിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ വാചകം ഒന്നുകൂടെ വായിക്കാം. തലച്ചോറിൽ വ്യതിയാനം വരുത്തുന്ന രാസതന്മാത്രകളുടെ അളവിനെ ക്രമീകരിക്കുകയും തലച്ചോറിലെ വൈകാരിക അവസ്ഥയിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുകയാണ് മെഡിസിൻ ചെയ്യുന്നത്. ഇപ്പോൾ മെഡിസിനിലൂടെയുള്ള ഒരു മാറ്റം, അത് റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുകൂടെ പറഞ്ഞു. കഴിഞ്ഞില്ല. വ്യക്തിബന്ധങ്ങൾ വളരെ കൃത്യമായി സന്തോഷത്തോടെ കൊണ്ടുപോകാനും ബലപ്പെടുത്താനും പ്രശ്നബാധിതമായ പ്രദേശത്ത് നിന്ന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരുത്തുന്ന ഇന്റർപേഴ്സണൽ സൈക്കോതെറപ്പിയിലൂടെയും ഈ മാറ്റത്തിന് നമുക്ക് സംസാരിക്കാം. പലരും ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു സൈക്കോതെറപ്പിസ്റ്റിന് അദ്ദേഹത്തോട് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാൻ തയ്യാറാവും. അവിടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളർന്നു വരും. ആ വളർച്ചയും ഇദ്ദേഹത്തെ സഹായിക്കുന്നു മെഡിസിനോടൊപ്പം തന്നെ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിബന്ധങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് ഭാവിയിൽ ബൈപ്പോളാർ അസുഖം വരാതിരിക്കാനും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളിൽ വരുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഇതിന് മനഃശാസ്ത്ര ചികിത്സ തന്നെയാണ് പ്രധാനമായി നിൽക്കുന്നത്. ഈ ജീവിതത്തിൽ ആദ്യമായി ഈ വിഷാദരോഗം, ഈ ഉന്മാദ വിഷാദരോഗം വന്ന അവർക്ക് ഔഷധ ചികിത്സ നൽകുന്നു. ഒരു 2 ആഴ്ചയൊക്കെ കഴിക്കുമ്പോഴേക്കും ആ ബാഹ്യ ലക്ഷണങ്ങളൊക്കെ തീർന്നു. അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തിന് പൂർണ്ണമായും അസ്വസ്ഥത മാറി. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, സാർ ഇത്രയും ദിവസം കഴിഞ്ഞു, ഇപ്പൊ ഓക്കെ ആയി സാർ. പക്ഷെ യഥാർത്ഥത്തിൽ അത് പൂർണ്ണതയിലേക്ക് എത്തിയില്ല. പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ആ ബാഹ്യലക്ഷണങ്ങൾ പോയി എങ്കിലും മിനിമം 6 മാസം മെഡിസിൻ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് കഴിച്ച് അദ്ദേഹം അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ശൂന്യത്തിലേക്ക് എത്തിക്കുന്ന പീരീഡാണ് 6 മാസം മിനിമം എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. 2-3 ആഴ്ചകൾക്ക് ശേഷം അയാൾ ഓക്കെ എന്ന് തീരുമാനിച്ച്, കുടുംബവും തീരുമാനിച്ച് മരുന്നിൽ നിന്നും ഡോക്ടറിൽ നിന്നും ഒഴിവായാൽ ഈ മെഡിസിൻ ഫലം പിന്നീട് മോശമായി വരുന്നു. അയാളുടെ ചരിത്രം മാറി പഴയതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ ആ കെമിക്കൽ, ആ ചെയിൻ പൂർണ്ണമാവും. ഒരു ആ ഡോസ് പൂർത്തിയാക്കണം. നമ്മൾ പലരും ചെയ്യുന്നത് പകുതി വെച്ച് നിർത്തുമോ, ഞാൻ ഓക്കെ ആയി, ഇല്ല ഓക്കെ ആയിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴാണ് ഓക്കെ ആയില്ല എന്ന് മനസ്സിലാകും. അപ്പൊ നമുക്ക് മരുന്നില്ലാതെ തലച്ചോറിന്റെ ക്രമങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമാകുന്ന ആ ഒരവസ്ഥ വരുന്നത് വരെ മരുന്ന് കഴിക്കുക. അത് മിനിമം ഒരു 6 മാസം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ മരുന്നുകൾ നിർത്താവൂ എന്നുള്ളത് മറ്റൊരു കാര്യം. അദ്ദേഹം നിർത്തുന്നത് ഡോസേജ് കുറച്ചാണ്. 100 mg നിന്ന്
50 10 5 നെല്ലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ. അതാണ് അതിന്റെ പ്രോപ്പർ വേ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഓർപ്പിക്കാനുള്ളത്, ബൈപോളാർ അസുഖം ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യുക, ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തുകൂടെ ചെയ്യണമെന്നുകൂടെ ഞാൻ എൻ്റെ നിർദ്ദേശമായിട്ട് ഞാൻ തരികയാണ്. അത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലയിലും അദ്ദേഹത്തെ അംഗീകരിക്കാനുള്ളൊരു മനസ്ഥിതി. നമ്മളോട് ശക്തമായി ദേഷ്യപ്പെട്ട വ്യക്തിയെ പിന്നെ നമുക്ക് അംഗീകരിക്കാൻ ഒരു ചെറിയ വിഷമമുണ്ട്. നാം അറിയേണ്ടത് അയാൾ നമ്മളോട് ദേഷ്യപ്പെട്ടതും ചീത്ത വിളിച്ചതും ഒക്കെ അയാളിൽ ഉണ്ടായിരുന്ന അസുഖം കാരണമാണ്. നാം അയാളെ അല്ല വെറുക്കേണ്ടത്, ആ അസുഖത്തെ വെറുക്കുക. അതോടുകൂടി അതങ്ങ് പോകും. അയാൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്, ഓ ഞാൻ ഈ സമൂഹത്തിൽ എന്നെ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ മാനസികമായി അയാൾക്കൊരു വളർച്ച ഉണ്ട്. അയാൾ ഇന്നലെ വരെ അനുഭവിച്ച ആ വസ്തുതകളിൽ നിന്ന് മറികടക്കാൻ ഒരു ആവേശം അയാൾക്കുണ്ടാവും. അതിനുള്ള പരിശീലനം നമ്മൾ കൊടുക്കണം അയാൾ. അപ്പോൾ ആരോഗ്യപരമായ ഒരു ജീവിതശൈലി കണ്ടെത്തുന്നതിന് നമ്മൾ അയാളെ സഹായിക്കണം. മാനസികമായ പ്രശ്നങ്ങൾ കണ്ടാൽ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞ് ഇതേ ഒരു അസ്വസ്ഥതയിലേക്ക് അയാൾ തിരിച്ചു വരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മനഃശാസ്ത്രത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ചികിത്സയിലൂടെ അത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? നമ്മുടെ മാനസികാവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് അടുത്തൊരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നത് യോഗ ചെയ്യാം, ധ്യാനം, മെഡിറ്റേഷൻ, പ്രാണായാമം, ശ്വസനക്രിയകൾ, മിതമായ വ്യായാമം അദ്ദേഹം ചെയ്യേണ്ടിയിരിക്കുന്നു. കൃത്യസമയത്ത് സമീകൃതമായ ആഹാരം കഴിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിയായ സമയത്ത് കൃത്യമായ ഉറക്കം വരും. 6 തൊട്ട് 7 മണിക്കൂർ വരെ പ്രായപൂർത്തി ഒരാൾക്ക് 7 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ ധാരാളമാണ്. 6 മണിക്കൂറിലെങ്കിലും മിനിമം ശക്തമായ കൃത്യമായ സമയത്ത് ഉറങ്ങും. ഇന്ന് രാത്രി 9 മണിക്ക് ഉറങ്ങി, നാളെ 11 മണിക്ക് ഉറങ്ങി, അതൊരു കൃത്യതയില്ലാത്തതാണ്. നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നാം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് അത് ചെയ്യുക, കൃത്യമായി ചെയ്യുക, മുന്നോട്ട് പോകുക. സന്തോഷമേകുന്ന ചുറ്റുപാടുകളിലേക്കും സമൂഹത്തിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലും. ഞാൻ ഇന്നലെ വരെ അകന്നു നിന്ന സ്ഥലങ്ങളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളിലേക്ക് സന്തോഷപൂർവ്വം ഞാൻ ഇറങ്ങിച്ചെല്ലും. ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ ഓർക്കുക, നെഗറ്റീവായി സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളിലേക്ക് നാം പോകരുത്. അവർ നമുക്ക് ആ നെഗറ്റീവെ തരുള്ളൂ. നാം പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളോട്, സന്തോഷം അനുഭവിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളുകളോട് ചേർന്ന് ഇടപെടണം. നോക്കൂ, ഒരു പുഞ്ചിരിയാണ് ഒരാൾക്ക് കൊടുക്കാൻ കയ്യിലുള്ളൂ എങ്കിൽ അത് കൊടുക്കുന്ന ആൾക്കും അത് കിട്ടുന്ന ആൾക്കും സന്തോഷത്തിന്റെ എല്ലാ വരമ്പുകളിലേക്കും കയറിപ്പോകും. ഡോപാമൈൻ അയാൾക്ക് കിട്ടും, സന്തോഷത്തിന്റെ ഹോർമോൺ 2 പേരിലും. ചുണ്ടുകൾ അടച്ചു വെച്ച് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ മോഹൻദാസ് സാറിനെ കാണുന്നു നേരിട്ട്, അയ്യോ പെട്ടെന്ന് ഞാൻ ചിരിക്കുന്നു, മുഖത്ത് സന്തോഷപ്രദമാകുമ്പോൾ സാറിന് അത് പുഞ്ചിരി, ആ ഒരു പുഞ്ചിരി എനിക്ക് തിരിച്ചു തരുമ്പോൾ സാറിനും സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാം അങ്ങോട്ട് വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ആംഗ്യത്തിലൂടെ സന്തോഷം കൊടുക്കുക. അദ്ദേഹം അത് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തിരിച്ചു തരാനും കഴിയും. നിഷേധാത്മകമായ ചിന്തകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കും. എൻ്റെ ജീവിതം എന്തിനെന്ന്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ സ്വന്തമായി നല്ലവണ്ണം ഒന്ന് ആലോചിച്ചാൽ അതിന് ഉത്തരം കിട്ടും. മറ്റൊരാളെ ദ്രോഹിക്കാനല്ല, മറ്റൊരാളെ സഹായിക്കാനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാം സ്വസ്ഥനാവുന്നു, നമുക്ക് ചെയ്യാനുള്ള കഴിയുന്ന. ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വരുമ്പോൾ പൈസ കൊടുക്കാനില്ലാത്തപ്പോൾ ചിലർ ചോദിക്കും, ഭക്ഷണം വേണോ?
എനിക്ക് എൻ്റെ അമ്മയാണ് ആ സമയത്ത് ഓർമ്മ വരിക. അമ്മ പൈസ അമ്മയുടെ കയ്യിലില്ല, നമുക്ക് ഭക്ഷണം വേണം. വിശക്കുന്ന ആ മനുഷ്യന് വളരെ സന്തോഷമാവും. ഒരു പക്ഷേ അമ്മയുടെ ഭക്ഷണമായിരിക്കും അവിടെ കൊടുക്കും. അമ്മയുടെ വിശപ്പ് പോയി ആ മനുഷ്യൻ ആഹാരം കഴിക്കുന്നത് നോക്കി നിൽക്കുന്നത് തന്നെയാണ് അന്ന് അമ്മ അനുഭവിച്ച സന്തോഷം. അപ്പൊ നമ്മൾ അമ്മയോട് ചിലപ്പോൾ പോയി വഴക്കുണ്ടാവും, ഇത്ര നേരം പണിയെടുത്ത് അമ്മ കഴിക്കേണ്ട സാധനം പോയി. അപ്പൊ പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ സന്തോഷവാനാണ്. അതേപോലെ തന്നെയാണ് അയാൾക്കും, അയാളുടെ സന്തോഷം മതി. ഞാൻ പറയുന്നതാണ്, നാം കൊടുക്കുന്ന ഒരു പുഞ്ചിരി കൊണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി വന്നാൽ അതാണ് നമുക്ക് കൊടുക്കാവുന്ന, അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നിധി എന്നാണ് ഞാൻ പറയുക. നാം വിട്ടു നിൽക്കേണ്ട 4 കാര്യങ്ങൾ കൂടിയുണ്ട്. അത്യാഗ്രഹം, അസൂയ, വെറുപ്പ്. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്ന് പുറത്ത് കളയും. അങ്ങനെ ആട്ടിപ്പായിച്ചാലൊന്നും അത് പോവില്ല. മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ ആരെ വെറുക്കാൻ, ആരോട് അസൂയപ്പെടാൻ, എന്തിനാണ് എനിക്ക് അത്യാഗ്രഹം? കോടികൾ മുഴുവൻ ഉണ്ടാക്കി ഒരു ദിവസം ഉള്ളിലേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിട്ട് പിന്നെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ കോടികൾ എൻ്റെ ദേഹത്ത് വീഴുന്ന ഒരു തുണി മാത്രമായിരിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതോടുകൂടി അത്യാഗ്രഹം നമ്മളിൽ നിന്ന് പോകും. നമുക്ക് ചുറ്റും നാം കാണുന്ന അത്യാഗ്രഹം അത് പോകുമ്പോൾ നമുക്ക് മാനസികമായ സുഖം അനുഭവിക്കാനായിട്ട് കഴിയും. പിന്നെ ശാന്തിദായകമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ടു ഗെറ്റ് പീസ്, മനസ്സിന് സന്തോഷം, സമാധാനം കിട്ടുന്ന ജോലികളിലേക്ക് നമ്മൾ പോകും. അവസാനമായിട്ട് ആത്മീയ ജീവിതത്തിലേക്ക്, ഈശ്വര വിശ്വാസത്തിലേക്ക് നാം തിരിയുമ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ അസൂയ, വെറുപ്പ്, ഇതെല്ലാം നമ്മളിൽ നിന്ന് പുറത്തു പോകും. നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം നാം തന്നെയാണ് കൊണ്ടുവരുന്നത്. ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നാം അനുഭവിക്കുന്ന സംഘർഷം പുറത്തു. വീണ്ടും ഒറ്റ കാര്യം കൂടെ, മദ്യം, മയക്കുമരുന്ന്, ലഹരികൾ, ഇതെല്ലാത്തിന്റെ പുറകെയും നമ്മൾ പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഈ ഡിസോർഡറുകളുടെ ഒരു പരമ്പര കൂടെ നമ്മുടെ കൂടെ വരും. ഡിസോർഡറുകളുടെ പരമ്പര. മദ്യത്തിന് കാശ് കൊടുക്കാത്തത് കൊണ്ട് അപ്പന്റെ തലയ്ക്ക് അടിച്ചു കൊന്ന മക്കളുടെ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. നാം പത്രത്തിൽ വായിക്കുന്ന കഥയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കിട്ടാത്ത ഒന്ന് വരുമ്പോൾ അക്രമാസക്തമാകുന്നു. അത് ഈ ബൈപ്പോളാർ അസുഖങ്ങളുടെ ബാക്കി പത്രമായി കുട്ടി വായിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ നാം നന്നായിട്ട് ഉറങ്ങുക. രോഗലക്ഷണങ്ങൾ നേരത്തെ എത്തിക്കേണ്ടവരിൽ, ആളുകളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക. അതില് നാം അടിയുറച്ച് ഈശ്വരനിൽ വിശ്വസിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും അമിത സന്തോഷം മുതൽ അമിത നിരാശ വരെ ഉണ്ടാകാവുന്ന ഒരു മൂഡ് സ്വിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. സാർ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒക്കെ ഒത്തിരി പോയിന്റുകൾ പറഞ്ഞു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാണ് അമിതമായി സംസാരിക്കുക, അമിതമായ ഊർജത്തിൽ കാര്യങ്ങൾ ചെയ്യുക, അമിതമായ ആക്ടിവിറ്റീസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ പലതും പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, പതിവില്ലാത്ത വിധത്തില് ഒത്തിരി ആശയങ്ങളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ചിന്തകൾ കൂടി പോവുക, അതേക്കുറിച്ച് മാത്രം സംസാരിക്കുക, പ്രത്യേകിച്ച് എതിർത്ത് പറയുന്നവരോടൊക്കെ ദേഷ്യം വരുന്ന ഒരവസ്ഥ, യഥാർത്ഥ ചിന്താശേഷിയില്ലാതെ പണമൊക്കെ നഷ്ടപ്പെടുത്തുക, വലിയ കഴിവൊക്കെ ഉണ്ടെന്നുള്ള ധാരണയിൽ പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് പെടുക, ഉത്കണ്ഠ, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, അമിതമായ ദേഷ്യം, യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥകൾ, പലപ്പോഴും വിഷാദം. അപ്പോൾ സന്തോഷത്തിൻ്റെ അമൂർത്തമായ ഭാവത്തിൽ നിന്നും വിഷാദത്തിൻ്റെ ഏറ്റവും നെഗറ്റീവായ തലത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്വിങ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. ഉലഹന്നാൻ സാർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ രീതികളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ
അതിൻ്റെ മാനേജ്മെൻറ്റ് ടെക്നിക്സും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് ടീനേജിൻ്റെ ആ പ്രായം മുതൽ ഉയർന്ന പ്രായത്തിലേക്ക്. എന്നാൽ കൂടുതൽ ഉയർന്നവർക്ക് അങ്ങനെ കാണുന്നില്ല. പക്ഷെ അതൊരു കണ്ടീഷനിങ് ആണ്. അങ്ങനെ ഒരു ശീലം സംഭവിച്ചാൽ പലപ്പോഴും സംഭവിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട രീതി സൈക്കോതെറാപ്പിയുടെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മനസ്സിനെ സ്വയം നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റുന്ന കഴിവുകൾ. താങ്ക് യു ലഹനൻ സാർ. വളരെ കൃത്യമായി സാർ അതിൻ്റെ പല പോയിന്റ്സുകളെ കുറിച്ചും പറഞ്ഞു. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺമ്യൂട്ട് ചെയ്ത് പറയാം. എനിബഡി എൽസ്? ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ കാര്യമാണോ? ബിനമ്മ പറയൂ. സാർ, ഒരു സംശയമാണ്. ആ. ഇങ്ങനെയുള്ളവരുടെ കൂടെ കഴിയുന്നവര്, അതായത് കുടുംബാംഗങ്ങൾക്ക് എന്ത് ചെയ്യാനാ സാധിക്കുക അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനുള്ള? മാത്രമല്ല സ്വയം രക്ഷപ്പെടാൻ ഒന്ന് സഹിച്ച് കൂടെ കഴിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് സാധിക്കുക എന്ന് പറഞ്ഞുതരോ? സർ, ആ വ്യക്തിയുടെ ഭാവങ്ങളെ കുറിച്ച് അദ്ദേഹം ഏത് സ്റ്റേജിലാണ് നമ്മൾ അറിയണം. അദ്ദേഹം അങ്ങനെ രോഗാവസ്ഥയിലാണെങ്കിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇനി മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് ആദ്യം കൊണ്ടുപോകുന്നില്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. സംസാരങ്ങളിലൂടെ, ചർച്ചയിലൂടെ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്ന് മനസ്സിലായി അത് മുന്നോട്ട് പോകുന്നെങ്കിൽ ഓക്കെ. ഇനി അതല്ലെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കേഷൻ ആവശ്യമാണ്. അതിന് ശാസ്ത്രജ്ഞനെ തന്നെ കാണും, സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണും. അതിന് നമ്മൾ മടിക്കണ്ട. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം ഇതാണ്, എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ സമൂഹം നമ്മളോട് മോശമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നൊരു ഭയം ഉണ്ട്. ഞാൻ എൻ്റെ ക്ലിനിക്കിൻ്റെ വളരെ അടുത്തെങ്കിലും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ പോലും ഒരു ബോർഡില്ല. പലരും എന്നോട് ചോദിക്കും, അപ്പോൾ ഇങ്ങനെ ഒരു വികാരം നിലനിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നമുക്ക് സ്നേഹത്തോടെ അദ്ദേഹത്തോട് പെരുമാറാം. അതുപോലെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കരുത്. അത്രയാണ് എനിക്കതിൽ നിർദ്ദേശിക്കാനുള്ളത്. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്ര ഈസി ആയിട്ട് അത് ക്യൂർ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൺസൾട്ടേഷൻസ് എപ്പോഴും നന്നായിരിക്കും. യെസ്, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ, ഇത് എത്ര നാൾ വരെ ഇത് നീണ്ടു നിൽക്കാനായിട്ടുള്ള അവസരമുണ്ടോ? അതിന്റെ തീവ്രത അനുസരിച്ചാണ്. മെഡിസിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മിനിമം 6 മാസമെങ്കിലും അത് തുടരണം. ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണം. കാരണം എന്നാൽ മാത്രമേ അയാൾ ആ ഡോസേജ് കുറച്ച് കൊണ്ടുവരൂ. നമുക്ക് എക്സാക്ട് എത്ര എന്ന് അദ്ദേഹത്തിന്റെ മാനസിക ആ അവസ്ഥയിലേക്ക് നാം കൊടുക്കുന്ന ഇൻപുട്ട്, നാം കൊടുക്കുന്ന സഹകരണം, അതൊക്കെ വളരെ സ്പീഡിൽ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നതോടുകൂടി കുടുംബത്താണെങ്കിൽ കുടുംബത്തിലെ അത്തരം സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ മാറുക. ഒരാളെ പിടിച്ചു മാറ്റാൻ നോക്കില്ല. നമ്മൾ മാറുമ്പോൾ ആ മാറ്റം അയാൾക്ക് മനസ്സിലാകും. അത് ഈ മെഡിസിൻ മിനിമം 6 മാസമെങ്കിലും മുന്നോട്ട് പോകണം. കുടുംബമാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കും. കാലാവധി വെക്കണ്ട. അഭ്യസ്ത വിദ്യരായിട്ടുള്ള കുട്ടികളിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല, ചോദ്യം എന്താന്ന് മനസ്സിലായില്ല. അതായത് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വളരെ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളിൽ ഇങ്ങനെ ഉള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? അവരെ ചികിത്സിച്ചേ പറ്റൂ. കാരണം ഇത് അവരുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളും മനസ്സിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളുമാണ്. അവിടെ വിദ്യാഭ്യാസം ഉണ്ടോ, പണമുണ്ടോ, അതൊന്നും ബാധ്യതയല്ല. നമ്മൾ ആ വ്യക്തിയുടെ ശരീരത്തെ അല്ല, മനസ്സിനെയാണ്, ബുദ്ധിയെയാണ്, അല്ല നമ്മുടെ തലച്ചോറിനെയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ടാണ് മെഡിക്കേഷൻ പറയുന്നത്, മെഡിസിൻ കൊടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മാം, ഇത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പാർട്ടായിട്ടുള്ള ഒരു ഇൽനെസ് ആണ്, ഒരു ഡിസോർഡർ ആണ്. അപ്പൊ അതുകൊണ്ടൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് മാറണമെന്നില്ല. തന്നെയുമല്ല, പല ട്രൈറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക്
ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഇവര് ലിമിറ്റഡ് ആവും, അവരുടെ ബൗണ്ടറി കുറച്ച് ഒന്നോ ട്രാക്സ്. ജനറ്റിക്കൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അതിനൊരു മാർക്ക് ഇടാൻ പറ്റാത്തത്. ജനറ്റിക്കൽ റിസൾട്ട് ആണെങ്കിൽ അത് കുറെ ഇങ്ങനെ നീണ്ടുപോകും. നമ്മൾ അവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. മുത്തശ്ശനിൽ നിന്ന് താഴോട്ട് എല്ലാ വശത്തേക്കും കിട്ടും അത്. സാറേ, പറയും. സാർ തുടക്കത്തിൽ പറഞ്ഞല്ലേ, നമ്മുടെ പാരമ്പര്യമായിട്ട് അപ്പൂപ്പനിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നും ഇല്ലെങ്കിൽ അതിന്റെ മുൻ തലമുറയിൽ നിന്ന് കിട്ടുന്ന ജീനിന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു വ്യക്തി അറിയാതെ തന്നെ അയാളുടെ മുൻ തലമുറയിൽ നിന്ന് കിട്ടുന്ന ജീൻസ് ആണ്. അതിന്റെ ആ സ്വാഭാവികത ഇതൊക്കെ കാരണം ഒരു 2 തലമുറയ്ക്ക് അപ്പുറത്ത് നമുക്ക് ആരും അറിയത്തുമില്ല, ചിന്തിക്കാനും പറ്റത്തില്ല. ആ ജീനിന്റെ ഒരു സ്വഭാവത്തിന് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറൈസേഷൻ നമുക്ക് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അറിയാനോ ഉള്ള എന്തെങ്കിലും ഒരു പഠനമുണ്ടോ, മാർഗമുണ്ടോ? ആ രീതിയിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം ഇത് എവിടെ നിന്നാണ് സംഭവിച്ചത്, ആ വ്യക്തി അതറിയേണ്ടത്. നമുക്ക് ഏറ്റവും അടുത്തൊരു ഇതിൽ നിന്ന് നമുക്ക് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിന്റെ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇത് അയാളുടെ മുത്തശ്ശന്റെ അതേ നേച്ചറാണ്. പക്ഷെ മുത്തശ്ശൻ എവിടെ നിന്ന് കിട്ടി, ആ സോഴ്സ് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് ആ ജീനിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ അറിവ്. സാബു സാറേ എന്താ പറയുന്നത്? അത് മാത്രമല്ല സാറേ, കുട്ടിക്കാല അനുഭവങ്ങളിൽ നിന്ന് വരെയൊക്കെ ഉണ്ടാകാം. പേഴ്സണാലിറ്റി ട്രൈറ്റ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത്. ലൈഫ് എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫ് ചുറ്റുമുള്ള എൻവയോൺമെന്റ് ഒക്കെ ഇതിനൊത്തിരി കാരണങ്ങളാകാറുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടും ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. പത്മജ മാം, പറഞ്ഞോളൂ, കേൾക്കുന്നില്ല. സൗണ്ട് ഓൺ ചെയ്യും. സൗണ്ട് ഓണാണല്ലോ, കേൾക്കുന്നില്ല. സൗണ്ട് ഇല്ലേ? മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ഇവിടുന്ന്? മൈക്ക് ഓൺ ആണ്, പക്ഷേ സൗണ്ട് വരുന്നില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കൂ. ഇപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്ത വരുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. റോയ് സാർ. ഏതായാലും ബൈപ്പോളാർ ഡിസോർഡർ സാധാരണക്കാരന് മനസ്സിലാവാത്ത വിധത്തിൽ നല്ല ഭംഗിയായി തന്നെ സാർ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതുള്ള ഈ ജീൻ മുഖേന ജനറ്റിക്കലി ഇത് വരാറുണ്ടെന്ന് പറയുന്ന ഒരു ഭാഗം വരുമ്പോൾ ഒരു പാരമ്പര്യമായി പകർച്ച വരുന്നതല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലൈഫ് ഇവൻസിൽ നിന്ന്, അതായത് വേണ്ടപ്പെട്ട ആളുടെ പെട്ടെന്നുള്ള വേർപാട്, അതുപോലെ തന്നെ ഈ ജോബ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോലി നഷ്ടപ്പെട്ടു പോവുക, അതുപോലെ തന്നെ സാമ്പത്തികമായി തളർന്നു പോവുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെ പാരമ്പര്യമുള്ള ജീൻസ് ഉള്ളവർക്ക് ഇത് കയറി പിടിക്കും ഒന്നത്. പിന്നെ സാധാരണ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ടെങ്കിലും അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ എപ്പിസോഡിലി ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കലി കാണുമ്പോൾ മാത്രമേ ഈ അസുഖമായിട്ട് നമുക്ക് കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സൈക്കോളജിയിൽ പറയുന്നത് പേരൻസിൽ ഒരാൾക്കുണ്ട് എങ്കിൽ 8% ഉണ്ട്, എന്നാൽ 2 പേർക്കും ഉണ്ട് എങ്കിൽ 40% വരെയും ഇതിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് സ്റ്റഡി പറയുന്നത്. ഏതായാലും ഇത് സാധാരണയായി ഈ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേസ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന കാര്യത്തിൽ അമിതമായിട്ട് ജോലി ചെയ്യുക, ജോലിയുടെ ഇതൊന്നുമല്ല, അതിലങ്ങോട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം നിർബന്ധമില്ല. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒരു എന്നെ ഭ്രാന്താന്ന് പറയുന്ന കാര്യങ്ങൾ വരും, ഈ ചില കാര്യങ്ങൾ വരുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇതാണ് എന്ന് ഡിപ്രഷനും മാനിയായും കൂടെ ഇടകലർന്ന് വരുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ സഹായമില്ലാതെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല, ഒന്നത്. 2, ECT എന്ന് പറയുന്ന ടെക്നിക്കൽ ഇത് ഫലപ്രദമാണെന്ന് പറയുന്നു. ഇത് തിരിച്ചറിയാത്തവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നവർക്കും ECT കൊണ്ട്
ഈ ബൈപോളർ ഡിസോർഡറിന് ചികിത്സിക്കാൻ പറ്റുന്നത്? ഇലക്ട്രോ കാർഡിയോ ടെക്നിക്ക്. ഓക്കെ. ഏതായാലും ഇങ്ങനെയുള്ള മൂഡ് വ്യത്യാസങ്ങളുള്ള ആൾക്കാരെയൊക്കെ പല അവസരങ്ങളിൽ റെയറായിട്ടൊക്കെ നമ്മൾ കാണുന്നുള്ളൂ എങ്കിലും അവരുടെ വേണ്ടപ്പെട്ടവരും അവർ മൂവ് ചെയ്യുന്ന സൊസൈറ്റിയിലും അവരുടെ വീട്ടിലും മാത്രമേ നമുക്കത് കൂടുതലായിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും ഭയങ്കര ലാവിഷ്യമായിട്ടും കാണിക്കുക, കാശ് ഒരു വിഷയമല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ബിഹേവ് ചെയ്യും. സെക്ഷുവലി ഈ പറഞ്ഞ പോലെ തന്നെ അബ്യൂസ് ചെയ്യുന്നതിനും മറ്റു ചെയ്യുന്നതിനും പെയിൻഫുൾ ആയിട്ടുള്ളത് സന്തോഷമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവും ഈ വ്യക്തികളിൽ. വളരെ പെയിൻഫുൾ ആണെങ്കിൽ അത് വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ട്. പക്ഷേ അത് ഈ തിരിച്ചറിയുക എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയണം നിർബന്ധമില്ല. അപ്പോഴാണ് ഇതാ പറയാൻ കാരണം, ഇങ്ങനെയുള്ള സംശയം വീട്ടുകാർക്ക് വരുന്ന സമയത്ത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഓക്കെ സാർ, ഏതായാലും വളരെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. ഓക്കെ, പത്മജ മാം പറഞ്ഞു നോക്കൂ. സൗണ്ട് വരുന്നില്ല മാം, എന്ത് പറ്റി? ഇല്ല, കേൾക്കുന്നില്ല, ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്നും കൂടെ കയറി വരാമോ? സെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ടും വരുന്നില്ല. ഓക്കെ, ഡോക്ടർ സെറിയക്, ഷാജിമത് സാർ പോയോ? പറയൂ സാർ. ഹലോ, സെറിയക് സാർ പറയും. എനിക്ക് ചില സംശയമുണ്ട്. ഈ നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ we are actually treating the symptom, not the real cause, root cause, right? നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ഓൾ മൂഡ് ഓൾട്ടറിങ്, ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംറ്റം ഓഫ് വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ്. ബട്ട് ഈസ് എനി വേ യു ക്യാൻ ഡിറ്റക്ട് ദാറ്റ് വിത്ത് എ അനാലിറ്റിക്കൽ ടൂൾ. ഇതെല്ലാം ഔട്ട് ഓഫ് ബ്ലാക്ക് ബോക്സ് എടുക്കുന്ന സജഷൻസ് ആണ് സൈക്കാട്രിസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിനൊന്നും പ്രൂഫ് ഇല്ല എന്നുള്ള എൻ്റെ അറിവ്. ശരിയാണോ? സാർ, അതെ, അനലിറ്റിക്കൽ ഇതിന് ഉപയോഗിക്കുന്നത് അധികവും നമ്മൾ ക്വസ്റ്റ്നെയർ ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്വസ്റ്റ്നെയറിലൂടെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് വിലയിരുത്തി അതിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ സാർ പറഞ്ഞ പോലെ സൈക്കോതെറാപ്പിയിലൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കൽ ഇതോ, പിന്നെ റോയ് സാർ പറഞ്ഞ പോലെ ECT എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷന്റെ രീതികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ വളരെ സിവിയർ ആകുന്ന കേസുകളിലാണ് ചെയ്യുന്നത്. നോർമലി ഇത് കണ്ടുപിടിക്കാൻ നമ്മളൊരു ക്വസ്റ്റ്നെയർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതാണ് പൊതുവെ ചെയ്യുന്ന രീതി. സൈക്കോതെറാപ്പിയുടെ അവിടെ ക്വസ്റ്റ്നെയർ കൊടുത്തിട്ട് നമ്മളത് സംസാരിക്കാനുള്ള ഒരു അവസരം വരുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്ത് അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് അതിൽ നിന്ന് വീണ്ടും ഒരു ഡിസ്കഷൻ ആവുന്ന ഒരു ഹോംലി ഇത് കിട്ടുമ്പോൾ പലതും നമുക്ക് കിട്ടും, എവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് എന്നത്. അതിന്റെ ക്വസ്റ്റ്നെയർ നമ്മൾക്ക് അവൈലബിൾ ആണ്. ക്വസ്റ്റ്നെയർ വേണമെങ്കിൽ തന്നെ ചാറ്റ് ചെയ്താൽ മതി. ക്വസ്റ്റ്നെയർ നമുക്ക് കിട്ടാം. അതിനകത്ത് നമുക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാം ഏകദേശം അങ്ങനത്തെ ഒരു എപ്പിസോഡിക് നേച്ചർ ഉണ്ടോ എന്ന്, അതിന്റെ എക്സ്ട്രീമിറ്റി മനസ്സിലാക്കിക്കൊണ്ട്. യെസ്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചത് എന്താ വെച്ചാല്, കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മൾ അത് ഒരു ഓറിയന്റേഷൻ കൊടുത്താൽ പെട്ടെന്ന് കേൾക്കും. ചിലപ്പോ ഒരു 30-40 ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവര് ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു അസുഖമാണ്, അതുകൊണ്ട് നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പി സൈക്കോളജിസ്റ്റിനെ ആരെങ്കിലും ഒന്ന് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്താൻ അവര് ബോധ്യപ്പെടുവോ? അവര് അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. സാർ, ഇവിടെ ഒരു കാര്യമുള്ളൂ, നമ്മൾ ആ വ്യക്തിയോട് തന്നെ ചോദിക്കുക, നിന്റെ ഈ പെരുമാറ്റം നിനക്ക് പൂർണ്ണമായി തൃപ്തി തരുന്നുണ്ടോ? ഇതിന്റെ റിയാക്ഷൻ മറ്റൊരാളുടെ മുമ്പിലേക്ക് അത് കൊടുക്കുമ്പോൾ അയാളുടെ മുഖം ഒന്ന് നോക്കൂ, സന്തോഷമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ ആ പ്രവൃത്തിയിൽ എന്തോ കുറവുണ്ട്. ഞാൻ ചോദിക്കുന്ന ആൾ കുറവുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതിലെന്തോ ഒരു കുറവുണ്ട്. ഇനി ഒരു കാര്യം, ഈ ഒരാഴ്ച നീ ഒന്ന്
ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ നിനക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇതാണ്, നമുക്കൊന്ന് പോയി നോക്കാം. നിർബന്ധം അവിടെ ഒരിക്കലും വിജയിക്കില്ല. കാരണം അവരുടെ മനസ്സിൽ ഓഹോ എന്നെ ഈ ഭ്രാന്തന്റെ ഡോക്ടറുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്, എനിക്കെന്താണ് കുറവ്. നമ്മൾ ആ ചിന്തയിലേക്ക് വിടില്ല. അയാളോട് തന്നെ അയാളെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറയാം. നിങ്ങളുടെ എത്ര നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, എവിടെ പോയി അവർ? നമ്മൾ വളരെ ശാന്തമായി ചോദിക്കാം. പലരും എന്താ ചെയ്യുന്നത്, നിന്റെ ആ പ്രസംഗം കാരണം എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല, കുറ്റപ്പെടുത്തലുകളാണ്. കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് വ്യത്യസ്തമായി ടച്ചിങ് പോയിന്റിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരും. ശ്രമിച്ചു നോക്ക്, എനിക്ക് നിർബന്ധമില്ല, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, എന്റെ കൂടെ ഞാൻ വരാം. നമ്മൾ ശാന്തതയിലൂടെ പിടിച്ചാൽ ഏത് മൂക്കയറിടാത്ത മൂലിയായി നമ്മുടെ കയ്യിൽ വരും. അതിനുള്ള ധൈര്യം നമുക്ക് വേണം, അപ്രോച്ച് നമുക്ക് വേണം. നല്ലൊരു അപ്രോച്ച് ഇല്ലാതെ അടഞ്ഞു നിൽക്കണ പശുവിനെ കാളയോ പിടിക്കാൻ പറ്റും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, എന്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഫാദർ പോയി ഭയങ്കര ചൂടായി നിൽക്കണ പശുവിന്റെ മുതുകില് ഇങ്ങനെ വെറുതെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് പതുക്കെ താന്ന് കാണും. നമ്മൾ കറക്കാൻ പോകുമ്പോഴാണ് ഈ വിഷമം മുഴുവൻ ഉണ്ടാക്കുന്നത്. പാല് കറക്കാൻ പോകും. അച്ഛൻ അപ്പൊ ഇങ്ങനെ ചൂടായി നിൽക്കണ പശുവിന്റെ അടുത്തേക്ക് 3 പാത്രം കൊണ്ടാ പോവുക. ആദ്യത്തെ 2 തട്ട് ലേശം പാല് പോകും. മൂന്നാമത്തത് ഇങ്ങനെ ഈ തടവും ഒരിച്ചിരി കച്ചി അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുന്നതോടുകൂടി ശാന്തമാവും. നമ്മുടെ തടവല് വാസ്തവത്തിൽ ഇഫക്റ്റീവായിട്ട് നടക്കും. അയാളെ ബോധ്യപ്പെടുത്തണം, അയാൾ തന്നെ, അപ്പോഴേ വരുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്കെന്താ കുറവ്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അയാളെ തന്നെ പാസിഫൈ ചെയ്യിച്ചാൽ വരില്ല. എനിക്കെന്താണ് കുറവ്, അതായിരിക്കും ചോദ്യം. കുറവ് നിനക്കില്ല, നീ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അത് നിനക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ, എങ്കിൽ എന്തോ ഒരു കുറവില്ലേ. ആ ചോദ്യങ്ങൾ പതുക്കെ പതുക്കെ ചോദിക്കുമ്പോൾ അയാൾ ബോധ്യപ്പെടുക, ശരിയാണ്, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു ദുരനുഭവം. ഞാൻ അയാളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വേ ഓഫ് സെയിങ്, നമ്മുടെ പെരുമാറ്റ ശൈലിയാണ്. ഇപ്പൊ ഞാൻ സാബു സാറിനോട് ശാന്തമായി പെരുമാറി ഇത്തിരി കട്ടിയിൽ പെരുമാറി കഴിഞ്ഞാൽ സാറ് പതുക്കെ എന്ത് ചെയ്യും, പിന്നെ എൻ്റെ ടെലിഫോൺ കാള് ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം എടുക്കും. സാറ് വിളിച്ചിരുന്നു, ഞാൻ കേട്ടില്ല, സാറ് കേട്ടു, ഇന്നലത്തെ ചാട്ടം നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുക്കില്ല. പറഞ്ഞു വന്നതാണ്, നമ്മുടെ അപ്രോച്ചിനനുസരിച്ച് മാത്രം അവരെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റില്ല. നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഓക്കെ അങ്ങനെ പറ്റും. പക്ഷെ വേറെ നമ്മൾ അത് ഡയഗ്നൈസ് ചെയ്തു ഇന്നതാണെന്ന്, നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്ത് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായി മാറുമോ എന്നുള്ളതുകൊണ്ട് നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്ത് കൊടുത്താല് അവര് അത് പറ്റില്ല, ഇനിയിപ്പോ അതിന് മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോവാനേ വിമുഖത കാണിക്കും. പൊതുവേ ഇത്തരം സമാധാനപരമായിട്ടുള്ള സംഭാഷണങ്ങൾക്ക് അവര് ഇംപേഷ്യന്റ് ആയിരിക്കും. അത്തരം അവസ്ഥകളിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഹെൽപ്ലെസ് ആയി പോണ. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന അവരുടെ റിലേറ്റീവ്സിനോട് നേരെ സൈക്കാട്രിസ്റ്റ് എന്ന വാക്ക് പറയുന്നതിന് മുമ്പ് നമുക്കൊരു തെറപ്പിസ്റ്റിനെ കണ്ടു നോക്കാം. സൈക്കോളജിക്കലായിട്ട് സംസാരിക്കുന്ന ആളുകളെ ഒന്ന് കണ്ടു നോക്കൂ, അവരെന്താ പറയണെന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അവിടെ ചെല്ലുമ്പോ ഇവരുടെ ഫാമിലി അവര് തീരെ അംഗീകരിക്കില്ലല്ലോ. മാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മോനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, അവന്റെ പെരുമാറ്റം ശരിയല്ല, ആ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുമെന്ന് പറയും. പക്ഷെ അതല്ല, നമ്മള് അവരോട് ശാന്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്, അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിക്കൂ. നിങ്ങളൊരു കാര്യം, ഇങ്ങനെ സൈക്കോ തെറപ്പിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഇതൊന്ന് കണ്ടോളൂ. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഈ വിഷമം ഉണ്ടല്ലോ, സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാനുള്ള വിഷമം, അത് പറയുന്നത് ആ തെറപ്പിസ്റ്റ് പറയും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങളൊരു കാര്യം, ഞാൻ നമ്പർ തരാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആളുണ്ട്, അദ്ദേഹത്തിന് വെറുതെ കണ്ടാൽ മതി, നിങ്ങളൊന്ന് കണ്ടോളൂ, ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. അവിടെയും സംസാരിക്കുന്ന സമയത്ത് ശരി ഡോക്ടർ, എന്നാ എന്തായാലും എന്റെ പ്രശ്നം മാറ്റാൻ എന്താണെന്ന് വളരെ സ്ലോ മോഷനിലേ പോകും. ഇപ്പോ എൻ്റെ അടുത്ത് വരുന്ന ഒരാളാണ്, ഇത്തിരി കൂടുതലായി നിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയും ഡോണ്ട് വറി,
നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഡോക്ടറെ വിളിക്കാം, ആ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആ ഡോക്ടറെ വിളിച്ചു, സാർ ഞാൻ ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്, വേണ്ടതുപോലെ ചെയ്യും. അത്രമാത്രമേ ഞാൻ പറഞ്ഞു. ഇയാൾക്ക് ഇന്നതാണ് ഒരു എക്സ്പ്ലനേഷൻ എൻ്റെ പാർട്ടിയില്ല. കേൾക്കുന്ന ഡോക്ടർക്ക് അറിയാം അയാൾ ചിലപ്പോൾ സൈക്കോട്ടിക് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അതിനനുസരിച്ചുള്ള സംസാരമേ ആ വ്യക്തിയും ആ ഡോക്ടറും ചെയ്യുള്ളൂ. കയറി വന്ന ഉടനെ നിങ്ങൾക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അയാൾ വന്ന വഴി തിരിച്ചു പോകും. ഇതിന് ലേശം നയപരമായി തന്നെ അതെ, നമ്മുടെ ഡോക്ടറുടെ ഭാഗമല്ല ഞാൻ പറഞ്ഞത്, സൈക്കാട്രിസ്റ്റിന്റെ ഭാഗമല്ല പറഞ്ഞത്. ഈ ഫാമിലി നമ്മുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാഗത്തിലേക്ക് ഒരു സൈക്കോതെറപ്പിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ പിടിയിൽ നിൽക്കാത്തതാണ്, അല്ലെങ്കിൽ ഇത് കോണ്ടം കൂടുതലുള്ളതാണെങ്കിൽ അദ്ദേഹം പറയുക, ഞാനൊരു ഡോക്ടറുടെ പേര് തരാം അല്ലെങ്കിൽ നമ്പർ തരാം, ഞാൻ വേണേ അദ്ദേഹത്തെ വിളിക്കാം, വിളിച്ചിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തത് ഒന്ന് കണ്ടോളൂ എന്ന് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു സൈക്കോളജിസ്റ്റ് കൂടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കേസ് ഡയഗ്നൈസ് ചെയ്തു. പക്ഷെ ഇവരുടെ ഫാമിലിയെ അയാളെ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞാലാണ് കേൾക്കുക. അപ്പൊ നമ്മൾ പിന്നെ വേറൊരാളുടെ അടുത്തേക്ക് നമ്മള് ഒന്ന് റെഫർ ചെയ്തിട്ട് നമ്മൾ വിടുകയാണ്. അയാള് സൈക്കാട്രിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു മെഡിക്കേഷന്റെ ആവശ്യമുണ്ട്, ചെറുതായിട്ട് മെഡിക്കേഷന്റെ ഒരു ആവശ്യം വരും. അപ്പൊ നിങ്ങൾ അവരെ ഒന്ന് പോയി കണ്ടോളൂ, ഒരബദ്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പേഷ്യന്റ്ലി നമ്മൾ പറഞ്ഞതാവുമ്പോഴും അയാൾക്ക് പിന്നെ ഇത് മെഡിക്കേഷന് പോകാൻ അയാൾക്ക് പേടി. പിന്നെ അയാളുടെ ഫാമിലി പറഞ്ഞാൽ കേൾക്കൂല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൊരു കേസ് നിൽക്കണം ഇപ്പൊ. പൊതുവെ ഈ മെഡിക്കേഷൻ പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഈ മെഡിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തകർന്നു പോകുന്നൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കഴിക്കുന്നവർക്കും അത് തന്നെ, ഇത് കഴിക്കുന്ന വ്യക്തികൾക്കും ഈ ഫീലുണ്ട്, ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പക്ഷെ ഇത് എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ ആകാതിരിക്കണമെങ്കിൽ ഈ തോട്ടിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനും ഇവർ സമ്മതിക്കത്തില്ല, മെഡിക്കേഷൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ വരുന്ന ചില പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. മനസ്സിലാക്കാത്തതും അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാത്തവർക്കും പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറയുന്ന ഈ സാധനം. അത് അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഇതാണെന്നാണ് പറയുന്നത്. കാരണം ഇത് പറഞ്ഞാൽ എനിക്കൊരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാവുകയില്ല, മറ്റാരും പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്കോട്ട് അറിയാനും മേലാതെ വരുന്ന അവസരത്തിലാണ് ECT പ്രയോഗിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം ടാബ്ലറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഡോസും മറ്റതൊക്കെ അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. അത് ചെറുതായിട്ടുള്ള രീതിയിലുള്ളതാണെങ്കിൽ പല ടാബ്ലറ്റ്സ് ഉണ്ട്, ലിത്തിയം അതുപോലെ ഒത്തിരി ഗുളികകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോസും കൊടുത്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന്, അല്ലാണ്ട് 2-3 ഗുളിക കൊടുത്തു മതി എന്ന് പറഞ്ഞിരിക്കുമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ലെവലിൽ കൊണ്ടുവന്ന് 0 ആക്കി എടുത്തതിന് ശേഷമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ അല്ലാണ്ട് നമ്മൾ ഈ പേഷ്യൻറ്റിനെ ഇത് ചെയ്യാനായിട്ട് പാടാം. പിന്നെ കുറേ സൈക്കാട്രിസ്റ്റും കൗൺസിലേഴ്സിനും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. എന്നാലും അവരുടെ അടുക്ക് പറയാതെ, ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെയുള്ള ഒരു കൗൺസിലറെ, ഒരു സൈക്കാട്രിസ്റ്റ് അറിയാം. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ശകലം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല, അപ്പം ഞാൻ വേണമെങ്കിൽ വേറെ ഒരാളോട് ഞാൻ പറഞ്ഞുതരാം, ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ അവിടെ പോയി ക്യൂ ഒന്നും നിൽക്കണ്ട, നേരിട്ട് ഡോക്ടറെ കയറി കാണാം. അപ്പോൾ അവിടെ ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ മറ്റ് പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്നുകൊണ്ട് കൊടുത്തിട്ട് വരും. അപ്പോൾ നേരിട്ട് പറയും ഇങ്ങേരോട്, കുഴപ്പമില്ല, എപ്പോഴാണ് വരേണ്ടതെന്ന് പറയും, കറക്റ്റായിട്ട് വിളിച്ച് പറയും, നേരെ ചെല്ലും, അകത്തേക്ക് കയറി കാണും. അപ്പോൾ അങ്ങനെയുള്ള ചില സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ നടക്കും. അതൊക്കെ ഈ കൗൺസിലേഴ്സിൻ്റെ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ മിടുക്കായി ഇതുപോലെ ഇരിക്കുന്നത്. അതല്ലാതെ പിടിച്ചുകൊണ്ട് ഈ ബലമായിട്ട്, അതെനിക്കറിയാം, അങ്ങനെ കുഴഞ്ഞു പോയ കേസ് കിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒക്കെ വളരെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. സാറ് പറഞ്ഞ ECT ഞാൻ ശ്രദ്ധിച്ചു. ഇതൊരു സൈക്കോ എഡ്യൂക്കേഷന്റെ പാർട്ടാണല്ലോ. അപ്പൊ ഈ സൈക്കോ എഡ്യൂക്കേഷൻ നമുക്ക് ഒരേപോലെ തന്നെ പേഷ്യൻസിനും കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് പാർട്ടാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൺസ് മെഡിക്കേഷന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ സൈക്കോ പാർട്ട് ശരിയാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് കെയർ പാർട്ട് ശരിയാകുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഡോസിലൊക്കെ വ്യത്യാസം വരും. കാരണം റോണി സാറിനെ ഒന്ന് വിളിക്കണേ, റോണി സാറിനെ. വിളിക്കാം തീർച്ചയായും. ഓക്കെ, റോണി എന്താ പറയൂ. റോണി എന്നെ വിളിച്ചു അല്ലേ? കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ ഞാനിപ്പം എന്താ പറയുക, ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് എന്താ
ഞാൻ സാറ് ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ധൈര്യമായിട്ട് അപ്പോ സംസാരിക്കേ, എന്ത് പേടിക്കാൻ. സാർ ഞാനിപ്പോ ഉള്ളത് കാനഡയിലാ സാർ. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് ഞാൻ പുതിയ ആൾക്കാരോടായിട്ട് ഇടപെട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ചിരിക്കുമ്പോൾ വാസ്തവത്തിൽ അവർക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. എന്നിരുന്നാലും ഇപ്പൊ നമ്മൾ സമൂഹം അവരെ അംഗീകരിക്കണം പറയാം. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നാല് ചെറുങ്ങനെ 1-2 പ്രാവശ്യം ടൗണിലെല്ലാം ഇറങ്ങിയിട്ടാകുമ്പോഴും ബസ് യാത്ര ചെയ്യുമ്പോഴും അവര് ഈ അവസ്ഥയിൽ കാണുമ്പോൾ ആൾക്കാർ പറയും ആ ചൂടനുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയും. അങ്ങനെ പറയുമ്പോ തന്നെ അത് ഈ പറഞ്ഞ പോലെ ചുണ്ടിങ്ങനെ തുറന്നു വെച്ചിട്ട് ചിരിക്കുന്നതല്ല, ചുണ്ടിങ്ങനെ പൊത്തിയിട്ട് മറ്റവൻ ഇങ്ങനെ കൈ വെച്ചിട്ടായിരിക്കും പറയാതെ അവനുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും അവര് ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്നവരുമാണ്. അവർക്ക് മനസ്സിലാവും ഇതെന്താ എന്നെ പറ്റിയിട്ട് എന്തോ പറയുന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അപ്പൊ അവരെ വീട്ടിൽ നിന്നാണെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ നമ്മള് കുറച്ച് ഈ പറഞ്ഞ പോലെ യോഗ, ധ്യാനം, പ്രാണായാമം, വ്യായാമം, സമീകരണം, ഉറക്കാണ് സാറേ മെയിൻ. കാരണം ഇങ്ങനെയുള്ളവർക്ക് കണ്ടിട്ടുള്ളത് ഉറക്കം വരില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ പണ്ടെല്ലാം വെള്ളം ഇപ്പൊ പൈപ്പല്ലേ, വെള്ളം കോരുമ്പോൾ വെള്ളം കോരിക്കൊണ്ടേയിരിക്കും പാത്രത്തിൽ നിറച്ചുകൊണ്ട്. എത്രയെല്ലാം വീടുകളിൽ പാത്രമുണ്ട്, ആ പാത്രത്തിലൊക്കെ വെള്ളം നിറച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, സാറ് പറഞ്ഞ കറക്റ്റാണ്, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കാണ്ട് സാറേ. അവർക്ക് മരുന്ന് കൊടുക്കണം, ഒരാഴ്ച കഴിഞ്ഞിട്ട് നിർത്തുന്നവരുണ്ട്. അങ്ങനെ നിർത്തുമ്പോഴും ചിലവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് അമ്മയോടോ അല്ലെങ്കിൽ പെങ്ങളോടോ മരുന്ന് മേടിച്ചിട്ട് വായിലിടുന്ന പോലെ ആക്ഷൻ ആക്കിയിട്ട് താഴെ ഇടുന്നവരുമുണ്ട്. അപ്പൊ അത് ഫലപ്രദമാവൂല. അപ്പൊ വളരെ കൃത്യമായിട്ട് ചെറിയ കുട്ടികളെ നോക്കുന്ന പോലെ അവരെ നോക്കിയിട്ട് ശരിക്കും സ്നേഹം കൊടുക്കണം. ആ സ്നേഹം കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് അസുഖമാണ്. ശരി, സാറന്മാരെല്ലാം പറഞ്ഞ പോലെ അവർക്ക് അസുഖമാണ്, അല്ലാതെ അവർക്കൊന്നും പ്രശ്നമില്ല. അവർക്കത് ബാധിച്ചതാണ്. അത് പിന്നെ മറ്റേ പൈതൃകമായിട്ടായിട്ട് എങ്ങനെയായാലും അവർക്ക് ബാധിച്ച സാധനം പോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചിലവരെന്ന് പറഞ്ഞാൽ മെഡിസിൻ കൊടുത്തിട്ട് അവരെ പുറത്തൊന്നും വിടാതെ വീട്ടിൽ തന്നെ 6 മാസം കൂട്ടിയിരിക്കും. അതും എനിക്ക് തോന്നുന്നു ശരിയല്ല. അവരൊന്ന് പുറത്തെല്ലാം ഇറക്കി എല്ലായിടത്തും കൊണ്ടുപോയി അങ്ങനെയൊക്കെ ചെയ്യണം. വീട്ടിലിറങ്ങിയാൽ അവർക്ക് സുഖം പിടിച്ച പിന്നെ കൊല്ലങ്ങളോളം അവരായിരിക്കും അങ്ങനെ ഉറങ്ങിക്കോളും. ഉറക്കില്ലാത്തവർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഉറങ്ങിക്കോളും. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും പി വി മാം എന്തൊക്കെ പറഞ്ഞിരുന്നു? ഉലഹൻ ആൻസറിന്റെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ സിമ്പിളായി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ല കേട്ടിരിക്കാൻ തന്നെ നല്ല സുഖമുണ്ടായിരുന്നു. എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ട് തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ആ ഒരു റിയാലിറ്റിയില് അല്ലല്ലോ ഉള്ളത്. അപ്പൊ അവരങ്ങനെ ആക്സെപ്റ്റ് ചെയ്യോ? ഇപ്പൊ മെഡിക്കേഷൻ കൊടുത്ത് അത് സ്റ്റേബിൾ ആയി കഴിഞ്ഞാലല്ലേ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവര് ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മള് ആസ് എ കൗൺസിലേഴ്സ് എന്ന നിലക്ക് നമ്മള് മെയിനായിട്ടും അത് റെഫർ ചെയ്യുക നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. നമ്മൾ കൂടുതൽ വേഴ്സ് ആക്കുന്നതിലും ഭേദം ഫസ്റ്റ് മെഡിക്കേഷൻ കൊടുത്തൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ നമ്മളെ റോള് അതില് ചെയ്യാം. അത് അങ്ങനെയല്ലേ ബെറ്റർ ആവുന്നത് സാർ? അത് നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അയാളുടെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, ആ രോഗത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ടൂൾസ് ഉപയോഗിച്ച് അതായത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എപ്പോ ആ ഫസ്റ്റിൽ തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന സഹായം, അയാളോട് ചെയ്യാവുന്ന സഹായം ഇങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുകയും അവിടെ ഏതാണ്ട് ഓക്കെ ആയി കഴിഞ്ഞാല് നമ്മൾ പറയില്ലേ, സിമെന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം പൂശി കഴിഞ്ഞാൽ കുറെ കൂടെ നന്നായിരിക്കും. ആ വെള്ളപൂശലിന് വേണ്ടി ബിഹേവിയർ തെറപ്പിയിലൂടെ അല്ലെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ തെറപ്പിയിലൂടെ അവർക്ക് ഉന്മേഷം കൊടുക്കാനായിട്ട് പറ്റും. അത് നീണ്ടു നിൽക്കാൻ മെഡിസിൻ നിർത്താൻ നമുക്ക് പറയണ്ട, മെഡിസിൻ നിർത്തണ്ട. ഈ 6 മാസത്തെ മെഡിസിൻ ആകുമ്പോ ഇയാളുടെ ബിഹേവിയർ മറ്റേ ഡോക്ടർ അവിടുത്തെ സൈക്കാട്രിസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. വളരെ മാറ്റം ഉള്ളപ്പോ ആ മില്ലിഗ്രാം അതിന്റെ ശക്തി കുറച്ച് നില്ലായി കൊണ്ടുവരും. എനിക്കറിയുന്നൊരു ഡോക്ടറുണ്ട്, അവസാനത്തെ
കോഴ്സിൽ കൊടുക്കുന്നത് വൈറ്റമിൻ പിൽസ് ആണ്. അങ്ങനെ കൊടുത്തു കഴിയുന്നതോടുകൂടി അയാൾ ഓക്കെയാണ്. പിന്നെ അയാൾക്ക് ഇത് വരുന്നില്ല, ഗുളിക കഴിക്കുന്നു എന്നുള്ളൊരു സന്തോഷം മാത്രമേ. നേരത്തെ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മെഡിക്കേഷൻ എന്നുള്ളതിനെ കുറിച്ച് തെറ്റായ ചില പ്രീ ജഡ്ജ്മെന്റ് നമ്മുടെ ആളുകളിലുണ്ട്. അതുകൊണ്ടാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതൊക്കെ വളരെ എക്സ്ട്രീമായ ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, തുടക്കത്തിൽ ഒരാള് കിണറ്റിലേക്ക് വീഴുന്നു, കൈ കരയിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാണ് പിടിക്കുന്നത്. അയാൾ താഴെ പോയ ശേഷം എടുത്തുകൊണ്ട് വരാൻ കുറെ പാടുണ്ട്. ഈ കയ്യിൽ രണ്ടുപേരും ഒന്നിച്ച് പിടിച്ച് പതുക്കെ പതുക്കെ അയാളെ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടും. വീഴ്ചയുടെ ആഘാതത്തിലേക്ക് പിന്നെ നോക്കുമ്പോൾ അയ്യോ ഞാൻ അത്രയും താഴ്ചയിലേക്ക് പോകുമായിരുന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സെൽഫ് അവയർനെസ്, ചികിത്സിക്കുന്ന ഡോക്ടർക്കാർ ഏറെ രോഗിക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാക്കാൻ നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ സൈക്കോതെറാപ്പിസ്റ്റ് ചെയ്യാവുന്ന അയാൾക്ക് സെൽഫ് അവയർനെസ് കൊടുക്കാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ വളരെ രസകരമായി പ്രസന്റ് ചെയ്യുന്നുണ്ട് സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞു തോന്നുന്നു. സ്നേഹതമാനം പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലല്ലൻ സർ താങ്ക് യു. ഇപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അത്രമാത്രം ഒരു മൂഡ് സ്വിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത്രമാത്രം കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം സാർ. അതിൻ്റെ റെമഡിയും അതിൻ്റെ മാനേജ്മെന്റ്സും എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സോ താങ്ക് യു സാർ, താങ്ക് യു വൺസ് അഗെയിൻ, താങ്ക് യു വെരി മച്ച്. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. നാളെ സ്റ്റോറി തെറാപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ.